അതെ 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 ആ അത് ക്ലിയർ അല്ലേ ആഷിം ബ്രോ? ഇതിപ്പോ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു FEG ഫസ്റ്റ് ക്യാൻഡിൽ നമ്മള് മുമ്പ് പഠിച്ചെന്തായിരുന്നു, ഈ ഒരു ക്യാൻഡിൽ വന്നിട്ട് ഇങ്ങനെ ഒന്ന് ക്ലോസ് ആയാൽ എന്താണ്, ഈ ഒരു ഫെയർ വാല്യൂ ആപ്പ് ഡിസ്റെസ്പെക്ട് ആയി എന്നാണ് നമ്മൾ ഇത്രയും കാലം പഠിച്ചിട്ടുണ്ടായിരുന്നത്. സോ സെക്കൻഡ് ക്യാൻഡിലാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതായത് രണ്ടാമത്തെ ക്യാൻഡിൽ എന്ത് വന്നിട്ടുണ്ട്, ഇതേപോലെ ഇങ്ങനെ ബോഡി ക്ലോസ്, അറ്റ്ലീസ്റ്റ് ചെറുതാണെന്നുണ്ടെങ്കിലും ബോഡി ക്ലോസ് ഇങ്ങനെ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഫെയർ വാല്യൂ ആപ്പ് ഡിസ്റെസ്പെക്ട് ആയി നമുക്ക് കൺസിഡർ ചെയ്യാം. പക്ഷെ നേരെ മറിച്ച് എങ്ങനെ വന്നു, ഇതിങ്ങനെ വിക്ക് വന്നിട്ട് ഇങ്ങനെ മേലെ പോയാൽ എന്തായി, നമുക്ക് റെസ്പെക്ട് ചെയ്ത് പോയതാണെന്ന് പറയാം. ക്ലിയർ അല്ലേ? അങ്ങനെ പോയതാണ്. വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? IFEG എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മള് അപ് ട്രെൻഡ്, ഇപ്പൊ നമ്മള് ഇപ്പോ ഒരു ഫെയർ വാല്യൂ ആപ്പ് നമ്മളിപ്പോ ഒരു ബൈ റിയാക്ഷൻ നോക്കുകയാണ്, നമ്മൾ ബൈ പോകുന്നതാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതേപോലെ ഒരു FEG നമ്മൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്, ബൈ പോകുന്നതാണ്. സോ IFEG എന്ന് പറഞ്ഞാൽ ഇൻവേർഷൻ ഓഫ് FEG. ഇൻവേർഷൻ ഓഫ് FEG എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇതിലോട്ട് വന്ന് ടാപ്പ് ആയതിനു ശേഷമുള്ള ഫസ്റ്റ് FEG അല്ല നമ്മൾ ഫെയിൽ ആക്കാൻ നോക്കുന്നത്. അത് ഫെയിൽ ആക്കിയാലല്ല, നമ്മൾ ഫെയിൽ ആക്കിയത് കൺഫേം ആയാലല്ല നമ്മൾ ബൈ സെറ്റപ്സ് നോക്കല്ലേ. സോ ഇത് ടാപ്പ് ആയത് ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ മേലോട്ട് നോക്കുമ്പോൾ ഫസ്റ്റ് കാണുന്ന FEG ഉണ്ടാവുമല്ലോ, നമ്മൾ ഫെയിൽ ആക്കാൻ വെയിറ്റ് ചെയ്യണ്ടേ. ആ FEGക്കാണ് IFEG എന്ന് പറയാം, ഇൻവേർഷൻ ഓഫ് FEG. അതായത് ആക്ച്വലി ആ FEG എന്താണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്, ഒരു ട്രെൻഡ് അതായത് ഇവിടുത്തെ ഒരു റിവേഴ്സൽ പോവാൻ ചാൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ FEG ടാപ്പ് ആയിട്ട് ഇങ്ങനെ താഴോട്ട് പിന്നെയും കണ്ടിന്യൂ ചെയ്ത് പോകുന്നതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷെ അത് IFEG എന്ന് പറഞ്ഞാൽ ആ FEG നമ്മൾ താഴോട്ട് റിയാക്ഷൻ പോകുന്നത് എക്സ്പെക്ട് ചെയ്യുന്ന FEG എന്ത് ചെയ്തു ഇവിടെ മാർക്കറ്റ്, അത് ഫെയിൽ ആക്കി. ഓക്കെ, ആ IFEG അപ്പോഴും ഏതായിരിക്കും, ഈ ഒരു നമ്മളെ മെയിൻ സോൺ ഉണ്ടല്ലോ, നമ്മൾ ബൈ എക്സ്പെക്ട് ചെയ്യുന്ന സോണ്, അവിടെ ടാപ്പ് ആയത് അവിടുന്ന് മുതൽ ഫസ്റ്റ് മേലോട്ട് നോക്കുക. അവിടുന്ന് ഫസ്റ്റ് വരുന്ന FEGക്ക് മാത്രമാണ് നമ്മൾ IFEG എന്ന് പറയുള്ളൂ. ഇതിലുള്ള ബാക്കി FEG ഒന്നും നമ്മൾ IFEG എന്ന് പറയില്ല. ഇവിടുന്ന് ഫസ്റ്റ് വരുന്ന FEG മാത്രം. ഓക്കെ, പിന്നെ ഈ ഒരു ഡെയിലി ഉള്ള കോൺസെപ്റ്റ് പറഞ്ഞല്ലോ, പ്രീവിയസ് ഡേന്റെ ഹൈസ് ആൻഡ് ലോസ് ലിക്വിഡിറ്റി ആയിട്ട് ആക്ട് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു 2 ക്യാൻഡിൽ റിജക്ഷൻ എന്നുള്ള കോൺസെപ്റ്റ് വെച്ചിട്ട് 4 ഹവറിന്റെ ബേസിലും നമുക്ക് ഈ ഒരു നമ്മളെ ബേസിക് ആയിട്ടുള്ള നമ്മളെ ഫെയർ വാല്യൂ ഗ്യാപ്പ് വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം. നമ്മൾ റെക്കോർഡ് സെഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അല്ലല്ല, അതല്ല പ്രീവിയസ് ഡേന്റെ ഹൈസ് ആൻഡ് ലോസ് അല്ല, 4 ഹവേഴ്സ് ചാർട്ടിന്റെ ഫെയർ വാല്യൂ ഗ്യാപ്പ്. ഇപ്പോൾ നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചത്, ഇത് 4 ഹവറിന്റെ ചാർട്ടാണ്. ഓക്കെ, സോ മാർക്കറ്റ് ഇങ്ങനെ മേലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്തു, നമ്മൾ ഫസ്റ്റ് വെയിറ്റ് ചെയ്യേണ്ടത് മാർക്കറ്റ് ഫെയിൽ ആക്കാനായിട്ട്. ഫസ്റ്റ് വരുന്ന ഒരു FEG നമ്മൾ റിവേഴ്സൽ മാക്സിമം എക്സ്പെക്ട് ചെയ്താൽ അത്രയും ബെറ്റർ ആയിരിക്കും. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പൊ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു FEG ടാപ്പ് ആയിട്ടുണ്ട്, ഇതൊരു FEG ആണ്, കാണുന്നുണ്ടോ? അഷിംബ്രോ സൗണ്ട് കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഞാൻ റിപ്ലൈ വോയിസിന്റെ ഇഷ്യൂ ആണെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയണം, മൈക്ക് ഓൺ ആക്കിയിട്ട്. ഓക്കെ, സോ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണ്, ഈ ഒരു FEG ടാപ്പ് ആയിട്ട് ഇങ്ങനെ മേലോട്ട് പോകുന്ന എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ? നമ്മള് റെക്കോർഡ് സെഷനിൽ ഉണ്ടായിരുന്ന ആ ഒരു സെറ്റപ്പ് ഓർമ്മ ഉണ്ടോ? IRL to ERL, അതായത് ഈ FEG ടാപ്പ് ആയിട്ട് കണ്ടിന്യൂ ചെയ്തിട്ട് ഏത് വരെയാണ്, ഈ ഒരു സ്വിംഗ് ഹൈ വരെ പോകുന്നുള്ളത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ലേ? IFEG അല്ല, ഫെയർ വാല്യൂ ഗ്യാപ്പ് ടു സ്വിംഗ് ഹൈ എന്നുള്ള കോൺസെപ്റ്റ്. ഓക്കെ,
അത് എൻട്രി അല്ല പറയുന്നത്. അപ്പൊ നമ്മൾ ബേസിക് ആയിട്ട് നമ്മളെ ഡയറക്ഷൻ നോക്കുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന എന്താണ്, മാർക്കറ്റ് ഇപ്പോൾ നല്ല രീതിക്ക് ബുള്ളിഷ് ട്രെൻഡ് ആണ് അല്ലേ. ഇവിടെ നോക്കുമ്പോൾ മാർക്കറ്റ് മേലോട്ടല്ല പോയിക്കൊണ്ടിരിക്കുന്നത്. സോ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണ്, ഈ FEG മേലോട്ട് പോകുന്നതാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. സോ നമ്മൾ എന്താ വെയിറ്റ് ചെയ്യേണ്ടത് മെയിൻ ആയിട്ട്, നമ്മൾ ഈ ഒരു FEG ഫെയിൽ ആക്കുക. നമ്മൾ FEG ഫെയിൽ ആക്കുന്ന ക്രൈറ്റീരിയ എന്താ പറഞ്ഞിട്ടുള്ളത്, ഇതിന്റെ താഴെ ഈ ഒരു ക്യാൻഡിൽ ഇപ്പൊ ടാപ്പായി അല്ലെ, ഈ ടാപ്പ് ആയതിന്റെ താഴെ നെക്സ്റ്റ് ക്യാൻഡിൽ, നെക്സ്റ്റ് 4 ഹവറിന്റെ ക്യാൻഡിൽ വന്നിട്ട് ബോഡി ക്ലോസ് വന്നാൽ പിന്നെ ഇവിടുന്ന് ബൈ പോകും നമ്മൾ എക്സ്പെക്ട് ചെയ്യോ? ഈ FEG റെസ്പെക്ട് ചെയ്തിട്ട് ബൈ പോകും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ വെയിറ്റ് ചെയ്യാം. ഈ FEG ഫെയിൽ ആക്കാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാം. ഇപ്പൊ എന്താ സംഭവിച്ചേ അല്ലെ, ഫെയിൽ ആക്കി. സോ അങ്ങനെ ഒരു FEG ഫെയിൽ ആക്കിയാൽ മാർക്കറ്റ് എന്താ സംഭവിക്കുക, മാർക്കറ്റ് നെക്സ്റ്റ് ലിക്വിഡിറ്റി, ഒരു FEG ഫെയിൽ ആക്കിയ മാർക്കറ്റിന് പ്രധാനമായിട്ട് 3 ലിക്വിഡിറ്റി ആണുള്ളത്. ഞാൻ അതാദ്യം പറഞ്ഞ ജസ്റ്റ്, അതായത് അത് അല്ല, നമ്മൾ ഒരു സ്വിംഗ് ലോ സ്വിംഗ് ഹൈ മാർക്ക് ചെയ്യൂലേ, ഇപ്പോ അതിലിപ്പോ കുറെ FEGs ഉണ്ട്. കുറെ FEGs വന്നാൽ നമ്മൾ എങ്ങനെ നോക്കാനാ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഇതിപ്പോ 4 ഹവറിന്റെ ചാർട്ടിലാണെന്നുണ്ടെങ്കിൽ 4 ഹവറിൽ 3 FEG വന്നു. ഹയർ ടൈം ഫ്രെയിമിൽ ഉണ്ടോന്ന് നോക്കും. ഇതിപ്പോ ഇത് 4 ഹവറിന്റെ സ്വിംഗ് ലോ സ്വിംഗ് ഹൈ മാർക്ക് ചെയ്തിട്ട് ഇതിലിപ്പോ 3 4 ഹവറിന്റെ FEG വന്നിട്ടുണ്ട്. സോ ഇതില് നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ കുറെ FEGs വരുമ്പോൾ നമ്മൾ 2 ഓപ്ഷൻസ് ഉള്ളത്. ഒന്നുകിൽ നമ്മൾ ഹയർ ടൈം ഫ്രെയിമിൽ നോക്കും, ഡെയിലിയിൽ പോയി നോക്കും, ഡെയിലി ഒരു സിംഗിൾ FEG ഫോം ആയിട്ടുണ്ടോ നോക്കും അല്ലെ. അതില്ല എന്നുണ്ടെങ്കിൽ, നേരെ മറിച്ച് ഇപ്പോ ഡെയിലിയിൽ സിംഗിൾ FEG ഫോം ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കുള്ള ഓപ്ഷൻസ് എന്താണ്, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ്, 4 ഹവറിന്റെ ചാർട്ടിലുള്ള ഫസ്റ്റത്തെ ഫെയർ വാല്യൂ ഗ്യാപ്പിന് ഇമ്പോർട്ടൻസ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. 4 ഹവറിന്റെ ചാർട്ടിലുള്ള ഫസ്റ്റ് FEG റെസ്പെക്ട് ചെയ്തിട്ട് പോകാനാണ് ഫസ്റ്റ് പ്രയോറിറ്റി. ഓക്കെ, മെയിൻ ആയിട്ട് 3 പ്രോബബിലിറ്റീസ് ആണ് മാർക്കറ്റ് ഡയറക്ഷനിൽ പോകാൻ. അപ്പൊ ഇത് മൾട്ടിപ്പിൾ FEGs ഉണ്ടെന്ന് വിചാരിച്ചോ, ഇതിന്റെ അപ്പർ ടൈം ഫ്രെയിമിൽ വേറൊരു FEG ഇല്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒക്കെ FEG ഉണ്ട്, ഒരു 4-5 FEGs വന്നിട്ടുണ്ട്. ഡെയിലി ടൈം ഫ്രെയിമിൽ നോക്കുമ്പോൾ FEGs ഇല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 3 ഓപ്ഷൻസ് ഉള്ളത്. ഒന്നുകിൽ ഈ ഫസ്റ്റ് FEG, ഫസ്റ്റ് കാണുന്ന ലിക്വിഡിറ്റി റെസ്പെക്ട് ചെയ്തിട്ട് പോവാ, ദെൻ ലാസ്റ്റ് വരുന്ന ഈ FEG ഉണ്ടല്ലോ, എക്സ്ട്രീം ആയിട്ടുള്ള FEG, ഈ FEG റെസ്പെക്ട് ചെയ്തിട്ട് പോവാ. ഇത് ഇല്ല എന്നുണ്ടെങ്കിലാണ് വളരെ ഇത് റയർ ആണ് കേട്ടോ, എക്സ്ട്രീം ആയിട്ടുള്ള FEG റെസ്പെക്ട് ചെയ്തിട്ട് പോകാൻ വളരെ റയർ ആയിട്ട് കണ്ടിട്ടുള്ളൂ. പിന്നെ ഉള്ളത് ഇതാണ് നമ്മുടെ ഏറ്റവും ലാസ്റ്റ് ലിക്വിഡിറ്റി, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള സ്വിംഗ് ലോ. ഈ 3 രീതിക്കാണ് മാർക്കറ്റ് മൂവ് ചെയ്യുക. ഒരു സ്വിംഗ് ലോ സ്വിംഗ് ഹൈ മാർക്ക് ചെയ്തിട്ട്, പക്ഷെ ഇത് വളരെ റയർ ആയിട്ട് കാണുള്ളൂ. കാരണം ഇങ്ങനെ കുറെ FEGs ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ടും നിന്റെ അപ്പർ ടൈം ഫ്രെയിമിൽ ഒരു സിംഗിൾ FEG ഫോം ആയിട്ടുണ്ടാവും. ഓക്കെ, ഇനി അതില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ക്രൈറ്റീരിയ ബേസ് ചെയ്തിട്ടായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യാം. സോ ആ ഒരു ക്രൈറ്റീരിയ ഇത് മനസ്സിലായില്ലേ? ഓക്കെ, ഫസ്റ്റ് FEG നമ്മൾ ഏതൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, ഫസ്റ്റിലുള്ള FEG, അതായത് ഈ FEG ഫസ്റ്റിൽ ഫോം ആയിട്ടുള്ള FEG, പിന്നെ ഈ ലാസ്റ്റിൽ ഫോം ആയിട്ടുള്ള എക്സ്ട്രീം ആയിട്ട് വരുന്ന FEG, പിന്നെ ഈ ഒരു സ്വിംഗ് ലോ. ഈ 3 നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ബാക്കിയുള്ള ഏത് FEG നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഈ രീതിക്കാണ് 3 ലിക്വിഡിറ്റി പോയിന്റ്സ് മേജർ ആയിട്ടുള്ള. ഓക്കെ, അപ്പോൾ നിങ്ങൾ സിമ്പിൾ ആയിട്ട് 4 ഹവറിന്റെ ചാർട്ട് മാത്രം ബേസ് ചെയ്തിട്ട് ട്രേഡ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ FEG, അതായത് സ്വിംഗ് ലോ സ്വിംഗ് ഹൈ മാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതാണ് ഇവിടെ, ഇതാണ് സ്വിംഗ് ലോ ആയിട്ട് വരുന്നത് 4 ഹവറിന്റെ അല്ലേ അല്ലേ. ഹലോ, 4 ഹവറിന്റെ സ്വിംഗ് ലോ ആയിട്ട് വരുന്നത് ഇതാണ്. അതേപോലെ 4 ഹവറിന്റെ സ്വിംഗ് ഹൈ ചെയ്ത്. ഓക്കെ, 4 ഹവറിന്റെ സ്വിംഗ് ഹൈ, 4 ഹവറിന്റെ സ്വിംഗ് ലോ മാർക്ക് ചെയ്തു. ഇനി മാർക്കറ്റിന് റിയാക്ഷൻ പോകാനുള്ള നെക്സ്റ്റ് ഈ FEG ഫെയിൽ ആക്കിയല്ലോ. ആ ആ ഏത്
അത് സംഭവം എന്ന് വെച്ചാല് ഇവിടുന്ന് നെക്സ്റ്റ് ക്യാൻഡിൽ ഈ 4 ഹവറിന്റെ ക്യാൻഡിൽ ഓപ്പൺ ആയിട്ട് ഫസ്റ്റ് പോയത് മേലോട്ടാണ്. ഈ ബിയറിഷ് ക്യാൻഡിലല്ലേ പറഞ്ഞേ? ഇത് ഫസ്റ്റ് പോയത് ഇവിടുന്ന് നെക്സ്റ്റ് ക്യാൻഡിൽ ഈ ബിയറിഷ് ക്യാൻഡിൽ ഓപ്പൺ ആയിട്ട് ഫസ്റ്റ് പോയത് മേലോട്ടാണ്, എന്നിട്ടാണ് ഫെയർ വാല്യൂ ആപ്പിലോട്ട് വന്നത്. അപ്പൊ ഇതല്ലേ സ്വിംഗ് ഹൈ ആയിട്ട് എടുക്കുക നമ്മള്. ഫെയർ വാല്യൂ ആപ്പിൽ ടാപ്പ് ആയതിനു ശേഷമല്ലേ നമുക്ക് നമ്മൾ TP പോയിന്റ് കിട്ടലേ അല്ലേ? അതായത് ഇങ്ങനെ വന്നിട്ട് ഈ FEGയിൽ ടാപ്പ് ആവുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക, ഈ ഒരു ഹൈ ഫോം ആവുക. അപ്പോഴല്ലേ നമുക്ക് TP നമ്മളെ ടാർഗറ്റ് സെറ്റ് ചെയ്യാൻ പറ്റല്ലേ? ക്ലിയർ അല്ലേ? അല്ല, ഇതാണ് നമ്മള് FEGയിൽ വന്നപ്പോ ഇപ്പോഴാണ് ടാപ്പ് ആയത്. അപ്പോ നമുക്ക് ഏറ്റവും ഹയസ്റ്റ് പോയിന്റ് ഏതാണ്? അതായിരിക്കും നമ്മുടെ സ്വിംഗ് ഹൈ. ക്ലിയർ അല്ലേ? പിന്നെ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പോ ഫസ്റ്റ് FEG ഇവിടെയാണ്. ഫസ്റ്റ് FEG 4 ഹവറിന്റെ ഫസ്റ്റ് FEG ഇത്. ഓക്കെ, 4 FEG. സോ ഈ FEG ഫെയിൽ ആക്കിയാൽ, ഈ FEG ഇപ്പൊ ഫെയിൽ ആക്കി. ഓക്കെ, നമ്മളെ 2 ക്യാൻഡിൽ റിജക്ഷന്റെ റൂൾ പ്രകാരം എന്ത് ചെയ്തിട്ടുണ്ട്, ഈ FEG ചെറിയൊരു റിയാക്ഷൻ മേലോട്ട് പോയിട്ട് എന്ത് ചെയ്തു, ചിലപ്പോൾ ഡയറക്ട്ലി പോവും ചെയ്യാം, ചെറിയ റിയാക്ഷൻ നിന്നിട്ടും പോവാം. ഓക്കെ, ഇത് ഫെയിൽ ആക്കി എന്ന് കൺസിഡർ ചെയ്താൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ നെക്സ്റ്റ് ലിക്വിഡിറ്റി പോയിന്റ് ഉണ്ടല്ലോ, നമ്മൾ ഇവിടെ ഇതിന്റെ ഇടയിൽ എത്ര FEGs ഉണ്ടെങ്കിലും നമ്മൾ ഏത് FEGക്ക് ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതി? എക്സ്ട്രീം ആയിട്ടുള്ള 4 FEGക്ക് അല്ലേ? ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞെന്താ വെച്ചാല് ഈ ഫസ്റ്റ് FEG ഫെയിൽ ആക്കിയാൽ നമുക്ക് ഇതിന്റെ റിവേഴ്സൽ എന്നുള്ള രീതിക്ക് എന്തെങ്ങനെ ട്രേഡ് ചെയ്യാൻ പറ്റും? ഇതുവരെ സെല്ല് നോക്കിക്കൂടെ? ക്ലിയർ ആണോ? അതായത് ഈ FEG ഫെയിൽ ആയ പിന്നെ മാർക്കറ്റ്, അതായത് ഈ ഫസ്റ്റ് FEG ഫെയിൽ ആയ മാർക്കറ്റ് നെക്സ്റ്റ് ലിക്വിഡിറ്റി ഏതാണ്? എക്സ്ട്രീം ആയിട്ടുള്ള 4 FEG നമ്മൾ പറഞ്ഞു. ഈ ലിക്വിഡിറ്റിയിൽ നിന്ന് ഇനിയിപ്പോ മേലോട്ട് പോയാലും നമുക്ക് പ്രശ്നമില്ല, ഇതിന് നേരെ ഡൗൺ ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് പോയാലും നമുക്ക് പ്രശ്നമില്ല. നമ്മൾ ഇത് ടാർഗറ്റ് ചെയ്താൽ പോരെ? ഓക്കെ അല്ലേ? അല്ലല്ല, ഈ ഓപ്പണിങ്, ഈ FEGന്റെ ഓപ്പണിംഗ് മാർക്കറ്റ് പോകുന്ന കണ്ടിട്ടില്ലേ? അതായത് നമ്മളിപ്പോ FEG ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് അതിന്റെ ഓപ്പണിംഗിൽ ഏറ്റവും ഈ ഒരു മേലെ ഭാഗത്താണ് നമ്മൾ ടാർഗറ്റ് വെക്കുക. ഇവിടെ വെക്കരുത്, കാരണം മാർക്കറ്റ് എന്ത് ചെയ്യാം, ഈ ഒരു ഓപ്പണിംഗിൽ ടാപ്പ് ആയിട്ട് മേലോട്ട് പോയാലോ? FEG ജസ്റ്റ് ടാപ്പ് ചെയ്തിട്ട് പോകുന്ന സിറ്റുവേഷൻ കണ്ടിട്ടില്ലേ? ഓക്കെ, അപ്പോ ഇത് മാക്സിമം നമുക്ക് ഇതുവരെ ടാർഗറ്റ് ചെയ്യാം. ഇനിയിപ്പോ ഇവിടുന്ന് മേലോട്ട് റിയാക്ഷൻ പോയാലും നമുക്ക് പ്രശ്നമില്ല, ഇതിപ്പോ താഴോട്ട് പോയാലും പ്രശ്നമില്ല. നമ്മൾ ഇത് ടാർഗറ്റ് ചെയ്യാത്തതിന്റെ പ്രശ്നം ഇതെന്താണ്, ക്രൈറ്റീരിയ എന്താണ്? നമ്മൾ എന്തുകൊണ്ട് ഈ സ്വിംഗിലോ ടാർഗറ്റ് ചെയ്യാത്തെന്ന് അറിയോ? അതായത് ഞാൻ അന്ന് ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് ലിക്വിഡിറ്റി ടു ലിക്വിഡിറ്റി ആണ് മൂവ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ FEG കുറച്ച് മേലെയാണെന്ന് വിചാരിച്ചോ. അതായത് ഇതാ ഈ എക്സ്ട്രീം FEG വരുന്നത് ഇവിടെയാണ്. ഓക്കെ, ഈ FEG എന്ത് ചെയ്തു, അതായത് ഈ ഫസ്റ്റിലെ FEG മാർക്കറ്റ് ഇപ്പൊ ഡയറക്ഷൻ മേലോട്ട് പോകാനാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് FEG ഫെയിൽ ആക്കിയില്ലേ? ഫസ്റ്റ് FEG ഫെയിൽ ആക്കിയാൽ ഇവിടുന്ന് റിയാക്ഷൻ മേലോട്ടും പോവാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, താഴോട്ടും പോവാം. സപ്പോസ് ഇവിടെ നമ്മൾ ചെയ്ത അതേ ക്രൈറ്റീരിയ പ്രകാരം നമ്മളെ 2 ക്യാൻഡിൽ റിജക്ഷൻ ഇവിടെയും ഫെയിൽ ആക്കി. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ലിക്വിഡിറ്റി മാർക്കറ്റ് മേലോട്ടോ താഴോട്ടോ പോകുന്ന എക്സ്പെക്ട് ചെയ്തൂടെ? അതായത് ഈ 4 ഹവറിന്റെ എക്സ്ട്രീം ആയിട്ടുള്ള FEG റെസ്പെക്ട് ചെയ്യൂല എന്ന് നമ്മൾ കൺഫേം ആക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, മാർക്കറ്റ് നെക്സ്റ്റ് ലിക്വിഡിറ്റി എടുത്തിട്ട് നെക്സ്റ്റ് ലിക്വിഡിറ്റി ഏതാണ്? സ്വിംഗിലോ അല്ലേ? ഇതല്ല നിയറസ്റ്റ് അല്ല, പിന്നെ നെക്സ്റ്റ് ലിക്വിഡിറ്റി ഇത് എടുത്തിട്ട് മാർക്കറ്റ് ഇങ്ങനെ പോവാം, ഇനിയിപ്പോ താഴോട്ടും പോവാം, പ്രശ്നമില്ല. നമുക്ക് ഇവിടുന്ന് ഈ ഒരു എക്സ്ട്രീം ആയിട്ടുള്ള 4 FEG ഫെയിൽ ആക്കിയാൽ നമുക്ക് ഇതുവരെ ടാർഗറ്റ് ചെയ്തൂടെ? മനസ്സിലായോ? ലിക്വിഡിറ്റി ടു ലിക്വിഡിറ്റി, നിയറസ്റ്റ് ആയിട്ടുള്ള ലിക്വിഡിറ്റിക്ക് മാർക്കറ്റ് പോകുന്നുള്ള രീതിക്ക്. ക്ലിയർ ആണോ?
ഓക്കെ, ഇവിടെ ഇത് കാണുന്നില്ലേ? സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലേ? കട്ടായി പോകുന്നുണ്ടെങ്കിൽ പറയണേ. ഇപ്പോ ഇത് ഒരു FEG. ഫസ്റ്റ് നമ്മൾ എന്താ മാർക്ക് ചെയ്യാം? സ്വിംഗ് ലോ മാർക്ക് ചെയ്യും. ഓക്കെ, ഇപ്പോൾ സ്വിംഗ് ലോ മാർക്ക് ചെയ്തു. ഇനി FEG മാർക്ക് ചെയ്തിട്ട് അതിനെ ടാപ്പ് എങ്ങനെയാ? ഇതാണോ? ഇല്ലല്ല, അതായത് FEGന്റെ അവിടുന്ന് വരുന്ന ഫസ്റ്റിൽ വരുന്ന ലോ ആണ് 3 ക്യാൻഡിൽ ഫോർമേഷനിൽ സെന്ററത്തെ ക്യാൻഡിലിൽ ലോവസ്റ്റ് ആയിട്ട് വന്നത്. അപ്പോൾ 3 ക്യാൻഡിൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കൺസിഡർ ചെയ്ത 3 ക്യാൻഡിൽസ് പറഞ്ഞത് ഒന്ന് ഈ ബുള്ളിഷ് ക്യാൻഡില്, ഒന്ന് ഈ ബുള്ളിഷ് ക്യാൻഡില്, ഒന്ന് ഈ ബുള്ളിഷ് ക്യാൻഡില്. ഈ 3 ക്യാൻഡിൽസ് കമ്പയർ ചെയ്യുമ്പോൾ അതിൽ സെന്ററത്തെ ക്യാൻഡിലിന്റെ ലോവസ്റ്റ് ആയിട്ട് വന്നില്ലേ? ലേറ്റസ്റ്റ് നമ്മള് എങ്ങനെയാണ് FEG മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന FEGക്ക് റീസൺ ആയിട്ടുള്ള സ്വിംഗ് ലോ, സ്വിംഗ് ഹൈ എന്ന് പറഞ്ഞു. ഈ FEGക്ക് റീസൺ ആയിട്ടുള്ള ഏതാണ്? നിയറസ്റ്റ് ആയിട്ടുള്ളത് FEG. ഇതാണ് FEG. ഈ FEGന്റെ ഇവിടുന്ന് ഫസ്റ്റ് നോക്കുമ്പോൾ വരുന്നത് ഇതാണ്. സ്വിംഗ് ലോ ആയിട്ട് മാർക്ക് ചെയ്യുക നമ്മൾ ഇതാണ്, ഇങ്ങനെയാണ് മാർക്ക് ചെയ്യുക. ഓക്കെ, ദെൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്വിംഗ് ഹൈ മാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം മാർക്കറ്റ് ജസ്റ്റ് ഒന്ന് ടാപ്പ് ആവണം. ഇതിപ്പോ ഇവിടുന്ന് എന്ത് ചെയ്യാം? ഈ ഒരു സ്ഥലത്ത് നിന്ന് നേരെ മാർക്കറ്റ് ഇങ്ങനെ പോയിട്ടാണ് ടാപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളെ സ്വിംഗ് ഹൈ ഇവിടുന്ന് ഇങ്ങോട്ട് മാറൂലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? FEGയിൽ ടാപ്പ് ആയതിനു ശേഷം സ്വിംഗ് ഹൈ മാർക്ക് ചെയ്താൽ മതി നമ്മളെ ടാർഗറ്റ്. ഓക്കെ, സോ നെക്സ്റ്റ് മാർക്കറ്റ് ടാപ്പ് ചെയ്യാൻ വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ റിയാക്ഷൻ പോയില്ലേ? ഇപ്പൊ എന്താ സംഭവിച്ചേ? ഫെയിലാക്കി. നമ്മള് 2 ക്യാൻഡിൽ റിജക്ഷൻ പ്രകാരം ഈ FEG ഇനി ബൈ സൈഡ് റിയാക്ഷൻ പോകും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ? അതായത് ഈ ലിക്വിഡിറ്റി ആയിട്ടുള്ള ഈ FEG ആയിട്ടുള്ള ഈ ഒരു ലിക്വിഡിറ്റി ഇനി മാർക്കറ്റ് മേലോട്ട് പോകുന്നത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല അല്ലെ? സോ നമ്മൾ എന്ത് ചെയ്യും? നെക്സ്റ്റ് ലിക്വിഡിറ്റി നോക്കും. അത് റെസ്പെക്ട് ചെയ്ത് നെക്സ്റ്റ് ലിക്വിഡിറ്റി ഇവിടെ ഏതാ? സ്വിംഗ് ലോ അല്ലെ? ഇവിടെ വേറെ FEG കാര്യമൊന്നും ഇല്ല. എക്സ്ട്രീം ആയിട്ട് നോക്കാൻ വേറെ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഒന്നും ഇല്ല ഇതിന്റെ താഴെ ആയിട്ട് അല്ലെ? അപ്പൊ നമുക്ക് നെക്സ്റ്റ് ലിക്വിഡിറ്റി പോയിന്റ് ഏതെടുക്കാം? ഈ സ്വിംഗ് ലോ എടുക്കാം. ഓക്കെ, ഈ സ്വിംഗ് ലോ എടുത്തോ. സോ നമുക്ക് എന്ത് ചെയ്യാം? ഇത് ടാർഗറ്റ് ചെയ്തൂടെ? അതായത് ഇത് ഫെയിലാക്കി നമ്മൾ കൺഫേം ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മൂവ് നമുക്ക് ടാർഗറ്റ് ചെയ്യൂടെ? ഈ ഒരു സെല്ല് ഇവിടുന്ന് ഇങ്ങനെ പ്ലാൻ ചെയ്തൂടെ? ആ ആ ആ അല്ലല്ല, ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പോ 1 അവറിന്റെ കേസിൽ എന്താ സംഭവം? സോ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നെക്സ്റ്റ് ഒരു 1 അവറിന്റെ ക്യാൻഡിൽ അല്ലത്, ഇതില് നെക്സ്റ്റ് ഒരു ക്യാൻഡിലും കൂടി ഇവിടെ ഇങ്ങനെ ഫോം ആയാലും മാത്രമേ ഇവിടെ ഒരു 1 അവറിന്റെ ബേസിൽ FEG ഫോം ആവുള്ളൂ അല്ലെ? ഓക്കെ, ഇപ്പോ ഈ 1 അവറിന്റെ ബേസിൽ ഇവിടെ സെൽ സൈഡ് ഒരു FEG ഫോം ആയിട്ടുണ്ടോ? ഇല്ല. സോ FEG ഫോം ആവാനുള്ള ഒരു ക്രൈറ്റീരിയ എന്താണ്? FEG ഫോം ആവണമെന്നുണ്ടെങ്കിൽ അതായത് നെക്സ്റ്റ് വരുന്ന ക്യാൻഡിൽ എങ്ങനെ ടാപ്പ് ആയി, അതായത് ഇങ്ങനെ വന്നു നെക്സ്റ്റ് വരുന്ന ക്യാൻഡിൽ ഈ ഒരു ഫസ്റ്റ് ക്യാൻഡിലിന്റെ ലോ ഉണ്ടല്ലോ, ഫസ്റ്റ് ക്യാൻഡിലിന്റെ ലോ ടാപ്പ് ചെയ്തിട്ടാണ് താഴോട്ട് പോകുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടെ 1 അവറിന്റെ ബേസിൽ ഒരു FEG ഫോം ആവാൻ ചാൻസ് ഉണ്ടോ? ക്ലിയർ ആയോ? അതായത് നമ്മള് FEG ഇപ്പൊ 1 അവറിൽ ഒരു FEG ഫോം ആവാൻ ചാൻസ് ഉണ്ടെങ്കിൽ എങ്ങനെയാണ്? ഇങ്ങനെയാണ് ഒരു FEG ഫോം ആവാൻ ചാൻസ് ഉള്ളത് അല്ലെ? 1 അവറിന്റെ ബേസിൽ അല്ലെ? സോ 1 അവറിൽ ഒരു FEG എങ്ങനെയാ?
അതെ, അതാണ് ഞാൻ പറഞ്ഞത്. ഇതിന്റെ ലോ ടൈം ഫ്രെയിമിൽ നമ്മൾ എങ്ങനെയാണ് ട്രേഡ്, അതായത് 1 ഹവറിന് 30 മിനിറ്റിലോട്ട് എന്ത് ക്രൈറ്റീരിയ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ 30 മിനിറ്റ് ഹൈ ടൈം ഫ്രെയിം ആയിട്ട് സെൽ സെറ്റപ്സ് നോക്കേണ്ടതെന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അതായത് 1 ഹവറിന്റെ FEG ഇപ്പൊ നെക്സ്റ്റ് ക്യാൻഡിൽ ഓപ്പൺ ആയത് 1 ഹവറിന്റെ ക്യാൻഡിൽ എങ്ങനെയായി, ഇങ്ങനെ ക്ലോസ് ആയി. ഇങ്ങനെ ക്ലോസ് ആയ നമുക്ക് ഇവിടെ എന്ത് കിട്ടി, ഒരു 1 ഹവറിന്റെ FEG കിട്ടിയില്ലേ, 1 ഹവറിന്റെ FEG കിട്ടി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 5 മിനിറ്റിൽ നെക്സ്റ്റ് ക്യാൻഡിൽ ഈ 1 ഹവറിന്റെ FEG വന്നിട്ട് ടാപ്പ് ചെയ്തിട്ട് ഇങ്ങനെ നോക്കാം സെൽ സെറ്റപ്സ് അല്ലേ. വേറെ അതെ അതെ, 5 മിനിറ്റിൽ സെക്കൻഡ് ക്യാൻഡിൽ റിജക്ഷനിൽ ഫെയിൽ ആക്കുക, സെൽ സെറ്റപ്സ് നോക്കുക. ഓക്കെ, അതായത് ഇനി ഇപ്പോ ഈ ഒരു FEG വന്നിട്ട് എങ്ങനെ ടാപ്പായി, ഇങ്ങനെ വന്നു. അതായത് ഇവിടെ നിന്നാണ് നെക്സ്റ്റ് ക്യാൻഡിൽ ഓപ്പൺ ആവുക, ഇവിടുന്ന് ഓപ്പൺ ആയ ക്യാൻഡിൽ ഇങ്ങനെ വന്ന് ടാപ്പായി, ഈ ഫസ്റ്റ് ക്യാൻഡിലിന്റെ ലോ ടാപ്പായി. പിന്നെ ഇവിടെ FEG ഫോം ആവും. പിന്നെ ഇവിടുന്ന് താഴോട്ട് വരുമ്പോൾ ഇവിടെ എന്ത് ഉണ്ടായിട്ടുണ്ടാവും, ഒരു വിക്ക് വന്നിട്ടുണ്ടാവില്ലേ. ഇവിടെ FEGക്ക് ഇനി ഒരു സ്ഥലം ഉണ്ടോ, FEG ഫോം ആയ സ്ഥലം ഉണ്ടോ, ഇല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 30 മിനിറ്റിൽ നോക്കിക്കൂടെ, ഹൈ ടൈം ഫ്രെയിം ആയിട്ട് എടുത്തിട്ട് 30 മിനിറ്റ് 3 മിനിറ്റിൽ സെല്ല് നോക്കിക്കൂടെ. മനസ്സിലായോ, ഡൗട്ട് വരുന്നുണ്ടോ? അതായത് അവിടെ 1 ഹവറിൽ പിന്നെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫോം ആവാനുള്ള ചാൻസ് നമ്മൾ അവോയ്ഡ് ചെയ്യണം. അതായത് ഈ FEG ഈ ഒരു ഫസ്റ്റ് ക്യാൻഡിൽ ഈ ഒരു ലോമൽ വന്നിട്ട് നെക്സ്റ്റ് ക്യാൻഡിൽ വന്ന് ടാപ്പായി, ഇങ്ങനെ ടാപ്പായ പിന്നെ അവിടെ ഒരു FEG ഫോം ആവാനുള്ള ഗ്യാപ്പ് ഇല്ല അല്ലെ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇവിടെ ഈ ഒരു ലൈൻ മാർക്ക് ചെയ്ത് വെക്കുക. ഇങ്ങനെ ഇവിടെ വന്ന് ടാപ്പ് ആയെങ്കിൽ മാത്രം, അതായത് ഈ ലൈനെ ജസ്റ്റ് ഇവിടെ ടാപ്പ് ചെയ്ത് വെക്കുക, അല്ല സോറി വരച്ച് വെക്കുക 1 ഹവറിന്റെ. എന്നിട്ട് എന്ത് ചെയ്യാം, നമ്മൾ 30 മിനിറ്റ് നോക്കുക. 30 മിനിറ്റിൽ അവിടെ ഒരു FEG ഉണ്ടോ നോക്കുക. FEG ഉണ്ടോ, അല്ലെ, ഈ ഒരു FEG ഇല്ല ഇവിടെ. അപ്പോ നെക്സ്റ്റ് ഇനി ഇപ്പൊ ഇവിടെ ഒരു 3 ക്യാൻഡിൽ FEG ഫോം ആയിട്ടുണ്ട്. ഇനി ഒരു ക്യാൻഡിൽ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇവിടെ ടാപ്പ് ആയിട്ട് പോയാൽ ചിലപ്പോൾ എന്ത് ചെയ്യും, കുറച്ച് റിയാക്ഷൻ വന്നിട്ട് നമ്മളെ 1 ഹവറിന്റെ FEG ഇവിടെ ഫോം ആയിട്ടുണ്ടാവില്ലേ. അപ്പൊ നമ്മൾ എന്താ മെയിൻ ആയിട്ട് വെയിറ്റ് ചെയ്യേണ്ടത്, ഈ 30 മിനിറ്റിൽ FEGയിൽ ടാപ്പ് ആവുന്നത് മാത്രമല്ല നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടത്, ഈ ലൈൻ ഉണ്ടല്ലോ നമ്മളെ, അതായത് 1 ഹവറിൽ പിന്നെ ഒരു പോസിബിലിറ്റി അവിടെ വരാൻ പാടില്ല FEG ക്രിയേറ്റ് ചെയ്യാൻ. മനസ്സിലായോ? ഈ ജസ്റ്റ് ഈ ലൈൻമ ടാപ്പ് ചെയ്തിട്ട് സെല്ല് നോക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ധൈര്യത്തിൽ നോക്കാം. കാരണം 30 മിനിറ്റ് ആണ് അവിടെ പിന്നെ ഹൈ ടൈം ഫ്രെയിം ആയിട്ട് വരുന്നത് അല്ലേ. അപ്പൊ നമ്മൾ വെറും 30 മിനിറ്റിന്റെ FEG ജസ്റ്റ് ഇവിടെ ജസ്റ്റ് ഓപ്പണിംഗിൽ വന്നിട്ട് സെല്ല് പോകൂല എന്നല്ല പറയുന്നത് കേട്ടോ. ചിലപ്പോൾ ഈ ജസ്റ്റ് ഒരു 30 മിനിറ്റ് ഓപ്പണിംഗ് തന്നെ വന്നിട്ട് സെല്ല് പോകാനും ചാൻസ് ഉണ്ട്. മാർക്കറ്റ് ജസ്റ്റ് ലിക്വിഡിറ്റി കളക്ട്. പക്ഷെ നമ്മൾ ഹൈ പ്രോബബിലിറ്റി സെറ്റപ്സ് നോക്കുമ്പോൾ എങ്ങനെ നോക്കുക, ഈ ജസ്റ്റ് നമ്മൾ വരച്ചു വെച്ച ലൈൻ ഉണ്ടല്ലോ, പിന്നെ മാർക്കറ്റ് മേലോട്ട് നമ്മൾ സ്റ്റോപ്പ് ലോസ് കളക്ട് ചെയ്യാൻ പോകരുത്, ആ ഒരു രീതിക്കാണ് നമ്മൾ വരച്ചു വെക്കുക. ഓക്കെ, ഇപ്പൊ ഈ FEGയിൽ ഇങ്ങനെ വന്ന് ടാപ്പ് ആയി, നമ്മുടെ ഈ ഒരു 1 ഹവർ ലൈൻ ഇങ്ങനെ വന്ന് ടാപ്പ് ആയാൽ എന്താ സംഭവിക്കുക, 1 ഹവറിൽ ഇതിലിരുന്ന് ടാപ്പ് ആയില്ലേ. പിന്നെ പിന്നെ ഇനി അവിടെ 1 ഹവറിൽ ഒരു ഫെയർ വാല്യൂ വരാൻ ചാൻസ് ഇല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വന്ന് ടാപ്പ് ആയി പ്രൈസ് ഇപ്പൊ നോക്കുക, ടാപ്പ് ആയിട്ടുണ്ടോ നോക്കാം. ടാപ്പായോ, ടാപ്പായി. സോ അവിടുന്ന് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ 3 ക്യാൻഡിൽ ഫോർമേഷൻ പ്രകാരം 30 മിനിറ്റ് ആണെന്നുണ്ടെങ്കിൽ 3 മിനിറ്റിൽ നമുക്ക് 3 ക്യാൻഡിൽ ഫോർമേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സെല്ല് നോക്കാം. ഓക്കെ, ഇപ്പൊ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ബോഡി ക്ലോസ് വന്നിട്ട് ഇതിന്റെ താഴെ കാണുന്നുണ്ടോ, കാണുന്നുണ്ടോ എങ്ങനെ. അതായത് ഇവിടെ ഇതാണ് നമ്മൾ 30 മിനിറ്റിന് ഇവിടുന്ന് ഫസ്റ്റത്തെ ലിക്വിഡിറ്റി ഏതാണ്, ഇവിടെ FEG അല്ല, ഇവിടെ ഏതാണ് വന്നിട്ടുള്ളത്, സ്വിംഗ് ലോ ആണ്. അപ്പൊ സ്വിംഗ് ലോന്റെ ഫസ്റ്റ് വന്ന ക്യാൻഡിൽ നമ്മൾ നോക്കണ്ട, നെക്സ്റ്റ് വരുന്ന ക്യാൻഡിൽ എന്താവണം, ബോഡി ക്ലോസ് വരണം. ദെൻ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ റിഫൈൻ ചെയ്തിട്ട് ഒരു FEGയിൽ വേണമെന്നുണ്ടെങ്കിലും സെല്ല് നോക്കാം. അങ്ങനെ ഒന്ന് പോയിട്ട് കാണാറുണ്ട്. അതായത് കുറച്ചുകൂടി റിഫൈൻ ചെയ്തിട്ടുള്ള സ്റ്റോപ്പ് ലോസും കാര്യം നമ്മൾ വെക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം,
പക്ഷെ അത് എപ്പോഴും വരണമെന്നില്ല കേട്ടോ. നമ്മൾ 30 മിനിറ്റ് 3 മിനിറ്റിൽ നോക്കുമ്പോൾ ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ള ക്രൈറ്റീരിയ എങ്ങനെയാണ്, ഇതിന്റെ താഴെ ബോഡി ഗ്ലോസ് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ കയറാനാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അല്ലെ? ഇങ്ങനെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇതാണ് നമ്മളെ ടാർഗറ്റ്, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ടാർഗറ്റ് ഇവിടെയാണ്. നമ്മളൊരു മിനിമം ഒരു 1:2 വെച്ചതിന് ശേഷം എന്ത് ചെയ്യാം, ഈ ഒരു ലെവലിൽ എത്തുമ്പോൾ നമ്മൾ ബ്രേക്ക് ചെയ്യാൻ വെച്ചാൽ മതി. ഓക്കെ, അതായത് അല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ടാർഗറ്റ് വെച്ചാലും മതി. നമ്മൾ റിസ്ക് മാനേജ്മെന്റ് പ്രോപ്പർ ആയിട്ട് പോകാനാണ് നമ്മൾ 1:2 ടാർഗറ്റ് ചെയ്യാൻ പറയുന്നത്. മാർക്കറ്റിന് എവിടെ വരെ വന്നാൽ മതി ആക്ച്വലി, മാർക്കറ്റിന് ഈ ലിക്വിഡിറ്റി ഫെയിൽ ആക്കിയ നെക്സ്റ്റ് ലിക്വിഡിറ്റി ഇവിടെ വരണേ ഉള്ളൂ. പിന്നെ ഇവിടുന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന 1:2 RR എത്തിക്കാനുള്ള നമ്മുടെ മൂവ്മെന്റ്സ് നമ്മളെ ലെക്കിനനുസരിച്ചാണ്. മനസ്സിലായോ അല്ലെ? അപ്പോ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ ലെവലിൽ എത്തി നമ്മൾ ബ്രേക്ക് ചെയ്യാൻ വെക്കുക, അല്ലെങ്കിൽ പാർഷ്യൽസ് ബുക്ക് ചെയ്യാം, എന്തേ ചെയ്യാം. മാക്സിമം ഏറ്റവും ബെറ്റർ ആയിട്ട് ഡിസിപ്ലിൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, 1:2 RR എടുക്കുക. ഇനിയിപ്പോ അത് ഇമോഷണലി നമുക്ക് ഇത്രയും വന്നിട്ട് തിരിച്ചിങ്ങനെ കയറി പോയ ബ്രേക്ക് ഇവൻ എത്തി നമുക്ക് പ്രോഫിറ്റ് ഒന്നും കിട്ടിയില്ലല്ലോ എന്നുള്ള എന്തെങ്കിലും ഇമോഷൻസും കാര്യം വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക, ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള എന്താ ചെയ്യുക, ലിക്വിഡിറ്റി ടാർഗറ്റ് ചെയ്യാം. അതായത് RR എത്ര കിട്ടുന്നുണ്ട്, എത്ര RR കിട്ടുന്നുണ്ട് എന്ന് നോക്കണ്ട. ഇതിപ്പോ 1:1 ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അത് വെച്ചാൽ മതി. ഓക്കെ, പിന്നെ വേറൊരു ഓപ്ഷൻ എന്താ വെച്ചാൽ റിഫൈൻ ചെയ്തിട്ട്, ഇത് എപ്പോഴും വരണമെന്നില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാ FEGയും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിച്ച് മാർക്കറ്റ് എപ്പോഴും റെസ്പെക്ട് ചെയ്ത് പോകണമെന്നില്ല. ഇപ്പൊ ഇവിടെ 30 മിനിറ്റിലെ FEG ഉണ്ട്, 3 മിനിറ്റിലെ FEG ഇവിടെ ഉണ്ടല്ലോ, സെൽ സൈഡ് ഒരു FEG കാണുന്നുണ്ടോ? അപ്പോ നമ്മൾ 1 അവറിൽ ഇപ്പൊ പറഞ്ഞ സെയിം ക്രൈറ്റീരിയ ഇവിടെ നോക്കുക. 5 മിനിറ്റിലെ ഒരു FEG ഉണ്ടോ? ഫസ്റ്റ് 50 മിനിറ്റ് എടുത്ത് നോക്കുക. അതായത് നമുക്ക് സാധ്യത ഉള്ള ഹൈ ടൈം ഫ്രെയിം FEG ഒക്കെ നമ്മൾ ഇല്ലാതാക്കാൻ നോക്കുക ആദ്യം. 50 മിനിറ്റിൽ ഇപ്പൊ സെൽ സൈഡ് ഒരു FEG ഇവിടെ ഉണ്ടോ? ഇല്ല. അപ്പൊ 5 മിനിറ്റിൽ നോക്കുക. 5 മിനിറ്റിൽ ഒരു FEG ഉണ്ട് ഇവിടെ. ഓക്കെ, അപ്പൊ അതിന്റെ ബേസിൽ നമ്മൾ സെല്ല് നോക്കുന്നതായിരിക്കും. അതായത് ആ FEGക്ക് ആയിരിക്കും ഇമ്പോർട്ടൻസ് കൂടാ. ഓക്കെ, 5 മിനിറ്റിലും 30 മിനിറ്റിലും ഒരു FEG ഉണ്ടെന്നുണ്ടെങ്കിൽ ഏത് FEGക്ക് ആയിരിക്കും ഇമ്പോർട്ടന്റ്? 5 മിനിറ്റിലെ വലിയ ടൈം ഫ്രെയിമുള്ള FEGക്ക് ആയിരിക്കും. അപ്പൊ മാർക്കറ്റ് എന്ത് ചെയ്യാം, നമുക്ക് വലിയ ടൈം ഫ്രെയിമിലുള്ള FEGയിൽ വന്നിട്ട് പോവാൻ സാധ്യതയുണ്ടെന്ന് വിചാരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ സെൽ ലിമിറ്റ് ഇട്ട് വെക്കാം. 3 മിനിറ്റിൽ നമ്മൾ കൺഫേം ആക്കി കഴിഞ്ഞു ഓൾറെഡി. ദെൻ നമുക്ക് 5 മിനിറ്റിൽ ഇതേപോലെ ഹൈ ടൈം ഫ്രെയിമിൽ ഒരു FEG ഫോം ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് നോക്കാൻ പറ്റും. ഓക്കെ, മാർക്കറ്റ് എപ്പോഴും ലിക്വിഡിറ്റിയുടെ മൂവ് ചെയ്യുക. അതേപോലെ FEG കൺഫർമേഷൻ നോക്കുമ്പോൾ വലിയ ടൈം ഫ്രെയിമിലുള്ള FEG എപ്പോഴും റെസ്പെക്ട് ചെയ്ത് പോകണം എന്നല്ല പറയുന്നത്. പക്ഷെ ഇതും ഒരു നമുക്ക് എന്താ ചെയ്യാം, RR റെസ്പെക്ട് ചെയ്യാം. അപ്പം നമ്മൾ നേരത്തെ നോക്കുന്ന ഇടുന്ന 1:1 അല്ലേ നമ്മൾ കാണിച്ചു തന്നെ RR. ഇതേപോലെ റിഫൈൻ ചെയ്തിട്ട് RR വെക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ ടാർഗറ്റ് ചെയ്യാനും പറ്റും. ക്ലിയർ ആണോ? ഓക്കെ, ഏതാ ടൈം ഫ്രെയിം അതാണ്? ഓക്കെ ബ്രോ, ഓക്കെ. ഇന്നത്തെ ആണോ? ഹൈ എടുത്തു. ഏതാണ്? ഇതാണോ? ഒരു മിനിറ്റ്, ഇത് ഇന്നത്തെ ഡാറ്റ അല്ല, ബാക്ക് ടെസ്റ്റ്. ഇതാണോ? ഒരു മിനിറ്റ്, മാർക്ക് ചെയ്തോ. പ്രീവിയസ് ഡേന്റെ ഹൈ മാർക്ക് ചെയ്തു. ഓക്കെ, ഇതല്ലേ? ഇത് ന്യൂസ് ആണ്. അതായത് മോർണിംഗില് ന്യൂസ് നോക്കാൻ അറിയോ?
NFE, അതായത് നമ്മൾ എന്ത് ചെയ്യാം, ഫോറക്സ് ഫാക്ടറി എന്ന് സെർച്ച് ചെയ്യാം. ഫോറക്സ് ഫാക്ടറി കാണുന്നുണ്ടോ? ഫോറക്സ് ഫാക്ടറി ഇവിടെ. ഫോറക്സ് ഫാക്ടറി എന്ന് നമ്മൾ ജസ്റ്റ് സെർച്ച് ചെയ്താൽ ഇത് ഞാൻ ഓൾറെഡി ടെംപ്ലേറ്റ് എടുത്ത ശേഷം എങ്ങനെ സെർച്ച് ചെയ്യാൻ വെച്ചാൽ ഫോറക്സ് ഫാക്ടറി എന്ന് സെർച്ച് ചെയ്താൽ ഇങ്ങനെ വരും. ഇതിൽ കലണ്ടർ എന്നുള്ള ഓപ്ഷൻ കണ്ടോ? കലണ്ടറിൽ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഡേറ്റ് കാണാൻ പറ്റും. ഇന്നത്തെ ഡേറ്റ് 13-ാം തീയതി അല്ലേ? 13 നവംബർ അല്ലേ? അപ്പോൾ ഇവിടെ 13 നവംബർ നോക്കുക. കണ്ടോ ഇവിടെ 6 മണിക്ക് കണ്ടോ ഒരു റെഡ്? എത്ര മണിക്കാണ് ഇത് വന്നിട്ടുള്ളത്? ടൈം എത്ര താഴെ? അല്ലെ? അപ്പൊ അത് നമുക്ക് ഇവിടെ ഓൾറെഡി കാണാൻ പറ്റും. ആ ഒരു ടൈമിന് ന്യൂസ്, അതായത് ഇമ്പാക്ട്, ഹൈ ഇമ്പാക്റ്റിനനുസരിച്ചാണ് ഈ കളർ, ഈ ഫോൾഡറിന്റെ കളേഴ്സ് വന്നിട്ടുള്ളത്. ഹൈ ഇമ്പാക്റ്റ് ആയിരിക്കും. യെല്ലോ പ്രശ്നമില്ല, ഓറഞ്ചും വലിയ പ്രശ്നമില്ല. പിന്നെ ഇത് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ബാങ്ക് ഹോളിഡേ ആണ്. ഇപ്പോ കഴിഞ്ഞ നവംബർ 11 കഴിഞ്ഞ ചൊവ്വാഴ്ച USD, ഇപ്പൊ നമ്മൾ യൂറോ USD എന്നുള്ളൊരു പെയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ USDയുടെ ബാങ്ക് ഹോളിഡേ ആണ്. ഇപ്പൊ ഇവിടെ യൂറോയും USD ഉണ്ട്. ഇപ്പൊ ഈ കാഡിന്റെ ഇവിടെ യൂറോ ആണെന്നുണ്ടെങ്കിൽ യൂറോയും USDയും ബാങ്ക് ഹോളിഡേ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് വലിയ മൂവ്മെന്റ്സ് തരാൻ ചാൻസ് ഇല്ല. ഇനിയിപ്പോ മാർക്കറ്റ് കുഴപ്പമില്ലാത്ത മൂവ്മെന്റ്സ് തരാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൺഫർമേഷൻ ഒക്കെ കിട്ടുമല്ലോ. അപ്പൊ നമ്മളെ സെക്കൻഡ് ക്യാൻഡിൽ റിജക്ഷൻ ഒക്കെ കിട്ടിയാൽ പോലും ചിലപ്പോൾ എന്ത് ചെയ്യും, അതൊക്കെ മാനിപ്പുലേഷൻ നടത്തിയിട്ട് ഫെയിൽ ആക്കിയിട്ട് പോകും, സ്റ്റോപ്പ് ലോസ് ഒക്കെ അടിച്ചിട്ട് പോകും. അങ്ങനെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള മൂവ്മെന്റ്സ് തരാത്ത മാർക്കറ്റ് ആവും വന്നത്. ഈ ഹോളിഡേ മാക്സിമം ട്രേഡ് അവോയ്ഡ് ചെയ്യണതാണ് നല്ലത്. അത് USD ബാങ്ക് ഹോളിഡേ ഉണ്ടോ അന്ന് മാക്സിമം ട്രേഡ് അവോയ്ഡ് ചെയ്യാനാണ് നല്ലത്. കാരണം നല്ല മാനിപ്പുലേഷൻസ് വരും. USD എന്ന് പറഞ്ഞ മേജർ കറൻസിയാണ്. യൂറോ USD, ഗോൾഡിൽ XA USD എല്ലാത്തിലും ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു മേജർ കറൻസിയാണ് USD എന്ന് പറയുന്നത്, ഡോളർ. ഓക്കെ, അപ്പൊ ഇത് ന്യൂസ് ഇമ്പാക്ട് അങ്ങനെ ന്യൂസിന് വെച്ചിട്ട് നോക്കില്ല. നമ്മളെ ക്രൈറ്റീരിയ വർക്ക് ചെയ്തിട്ടുണ്ടോ നോക്കുക. ഞാൻ ജസ്റ്റ് നോക്കട്ടെ. ഇപ്പോ ഇതാണ് ടാപ്പ് ആയത് അല്ലേ? അല്ല, ഇതാണ് ഫസ്റ്റ് ടാപ്പ് ആയത്. ഓക്കെ, ഇങ്ങനെ ടാപ്പ് ആയിട്ട് ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ട ലിക്വിഡിറ്റി നമ്മൾ വെയിറ്റ്. ഇപ്പൊ ഇവിടെ ഒരു ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഏതാണ് ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്ത ലിക്വിഡിറ്റി? FEG. ഈ ഒരു FEG റെസ്പെക്ട് ചെയ്തിട്ട് IRL to ERL കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടോ നോക്കുക. കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കെന്താ, നിയറസ്റ്റ് ആയിട്ടുള്ള ലിക്വിഡിറ്റി ഇവിടെ നോക്കണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ നിയറസ്റ്റ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഈ FEG ആണ് അല്ലെ? നിലവിലിപ്പോ നിയറസ്റ്റ് ലിക്വിഡിറ്റി ഇതാണ്. അപ്പൊ ജസ്റ്റ് 30 മിനിറ്റ് സ്വിച്ച് ചെയ്ത് നോക്കുക, 30 മിനിറ്റ് വല്ല FEG ഉണ്ടോ എന്നുള്ളത്. 30 മിനിറ്റ് നോക്കുമ്പോൾ ഇവിടെ ഒരു FEG ഉണ്ടല്ലോ. അപ്പൊ ഇതിനെ നമ്മൾ ഇങ്ങനെ എടുക്കാൻ പറ്റും അല്ല, ഇങ്ങനെ എടുത്തുകൂടെ? കാരണം IRL to ERL 50 മിനിറ്റിലുള്ള IRL to ERL കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ 30 മിനിറ്റിലോ 50 മിനിറ്റിലോ നോക്കും. അതായത് ഫസ്റ്റ് 50 മിനിറ്റിൽ നമ്മൾ എന്ത് ചെയ്തു, ഒരു FEG മാർക്ക് ചെയ്തു. നെക്സ്റ്റ് നിയറസ്റ്റ് ആയിട്ടുള്ള ലിക്വിഡിറ്റി ഇതായിരുന്നു, FEG, ചെറിയ FEG. ദെൻ അത് മാർക്ക് ചെയ്ത് അവിടെ വെക്കുക. ദെൻ ജസ്റ്റ് ഒന്ന് സ്വിച്ച് ചെയ്ത് നോക്കുക 30 മിനിറ്റിൽ ഇനി വലിയ ടൈം ഫ്രെയിമിൽ FEG ഉണ്ടോ എന്നുള്ളത്. അപ്പൊ 30 മിനിറ്റിൽ നോക്കുമ്പോൾ ഇവിടെ എന്തും ഫോം ആയിട്ടുണ്ട്, 30 മിനിറ്റിൽ FEG ഉണ്ടല്ലോ. 30 മിനിറ്റിൽ FEG. ഓക്കെ, 30 മിനിറ്റിൽ FEG ഫോം ആയി. ദെൻ നമ്മൾ ഇനി എന്താ എക്സ്പെക്ട് ചെയ്യണം? നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന മാർക്കറ്റ് ഇതിൽ വന്നാൽ നമ്മളൊരു ബൈ നോക്കുന്നതാണ് നമ്മൾ നിലവിൽ നമ്മളെ പ്ലാൻ. ഇതുവരെ വന്നിട്ടുണ്ടോ നോക്കാം. ബോഡി ക്ലോസ് വന്നു. ഓക്കെ, ഇത് വാലിഡ് ആയിട്ടുള്ളത് തന്നെയാണ്, ഒന്നും ചെയ്യാനില്ല. കാരണം 30 മിനിറ്റിലുള്ള FEG റയർ ആയിട്ട് വന്നതേ ഉള്ളൂ. അതായത് ഇങ്ങനെ വന്നാലും 1 അവർ നോക്കുക. അഥവാ സപ്പോസ് ഇങ്ങനെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ റിയാക്ഷൻ ഫെയിൽ ആക്കിയല്ലോ, ഇതിന് താഴെ ബോഡി ക്ലോസ് വന്നില്ലപ്പോ.
ഇത് വന്നത് 1 അവറിന്റെ അതിൽ വല്ല റിയാക്ഷൻ ആണോ നോക്കുക. 1 അവറിൽ നോക്കണ്ട എന്നുള്ളതാണ്. ഇപ്പോൾ 1 അവറിന്റെ FEG ഉണ്ട്, പക്ഷെ അതിന് വെയിറ്റ് ചെയ്യണ്ട. നമ്മൾ ചെറിയൊരു 1 മിനിറ്റിൽ 3 മിനിറ്റിലാണ് നമ്മൾ എൻട്രി സെറ്റപ്സ് നോക്കുന്നുള്ളൂ. അപ്പോൾ 1 അവറിന്റെ മാക്സിമം പോവാതിരിക്കാൻ നല്ലത്. നമ്മൾ 30 മിനിറ്റോ 50 മിനിറ്റ് മാത്രം ഫോക്കസ് ചെയ്താൽ മതി. ഇതിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എൻട്രി ഇതിൽ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, ഞാനാണെന്നുണ്ടെങ്കിൽ ഇവിടെ എൻട്രി പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. അതായത് ഈ FEG ഫെയിൽ ആക്കില്ല എന്ന് ഞാൻ നോക്കിയിട്ടുണ്ടാവില്ല. കാരണം ഞാൻ ഇതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഫസ്റ്റിലെ 50 മിനിറ്റിലുള്ള FEG ഉണ്ടല്ലോ, ഈ FEG-യിലാണ് ഈ ഒരു ക്രൈറ്റീരിയ നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ സെല്ലായിരിക്കും നോക്കുക. ഇപ്പൊ കാണിച്ചില്ല 30 മിനിറ്റ് നടന്നത്. 30 മിനിറ്റിൽ നടന്ന ഈ ഒരു സംഭവം നടന്നത് ഈ ഒരു FEG നമ്മൾ കൺഫർമേഷൻ ട്രെൻഡ് ബയാസ് നോക്കുന്ന കൺഫേം ആക്കുന്ന ഈ ഒരു ടൈം ഫ്രെയിമിലാണ്, അല്ല സോറി, ഈ ഒരു FEG-യിലാണ് ഇത് നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായിരിക്കും നോക്കുക? സെൽ സെറ്റപ്സ് നോക്കുക. ഞാൻ അങ്ങനെ ആയിരിക്കും നോക്കുക. ഇതിപ്പോ ഇവിടെ എന്താ സംഭവിക്കുക വെച്ചാൽ, ഞാൻ പേഴ്സണലി ഇതിൽ വന്ന് ടാപ്പ് ആവാനായിട്ട് 3 മിനിറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിൽ ജസ്റ്റ് വന്ന് ടാപ്പ് ആയി, ഇതിങ്ങനെ ടാപ്പ് ആയപ്പോൾ തന്നെ ഞാൻ 3 മിനിറ്റ് നോക്കിയിട്ടുണ്ടാവും. 3 മിനിറ്റിലായിരിക്കും ഞാൻ ടൈം ഫ്രെയിം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതായത് ഈ പ്രൈസ് ഒന്നുകൂടെ ടാപ്പ് ആവില്ലേ, ഇതിന്റെ 30 മിനിറ്റിന്റെ താഴെ നമുക്ക് ഇതുവരെ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമുക്ക് ഇതിന്റെ താഴെ വന്ന പിന്നെ നമ്മൾ ഫെയിൽ ആക്കി എന്നുള്ള ഇത് കൺസിഡർ ചെയ്യാം. അതായത് നെക്സ്റ്റ് ഒരു സ്വിംഗ് ലോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് ഫെയിൽ ആക്കണമല്ലോ. ഈ FEG-ക്ക് റീസൺ ആയിട്ടുള്ള ഇതാ ഈ ഒരു ക്യാൻഡിൽ ഉണ്ടല്ലോ. ഈ FEG-ക്ക് റീസൺ ആയിട്ടുള്ള 3 ക്യാൻഡിൽസ് ഏതൊക്കെയാണ് ഇവിടെ? ഒന്ന് ഈ ക്യാൻഡില്, ഈ ക്യാൻഡില്, ഈ ക്യാൻഡില്, ഈ 3 ക്യാൻഡിൽസ് അല്ലേ ഈ 30 മിനിറ്റിൽ FEG ഫോം ആവാൻ വെയിറ്റ് ചെയ്തത്. ആ 3 FEG-യിൽ ഫസ്റ്റ് ക്യാൻഡിൽ, അതായത് ആ FEG-ക്ക് റീസൺ ആയിട്ടുള്ള ഫസ്റ്റ് ക്യാൻഡിൽ ഇതാണ് അല്ലേ? ഏത്? ഇതോ അല്ലല്ല, സ്വിംഗ് ലോ അല്ല, FEG. അതായത് ഇവിടുന്ന് ഈ ഒരു ബൈസെറ്റപ്സ് ഇനി ഇവിടുന്ന് പ്ലാൻ ചെയ്യണം നിർത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും താഴോട്ട് വന്നാലും ബൈസെറ്റപ്സ് നോക്കിയിരുന്നിട്ട് കാര്യമില്ലല്ലോ. അതായത് നെക്സ്റ്റ് ഒരു ക്യാൻഡിൽ കൂടി ഇതേപോലെ ബെയറിഷ് ക്യാൻഡിൽ ആണെന്നുണ്ടെങ്കിലോ നമ്മൾ പിന്നെ എക്സ്പെക്ട് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ നമുക്ക് ഒരു സ്റ്റോപ്പ് വെക്കണ്ടേ, അതായത് ഇനി പൈസ നോക്കണ്ട എന്നുള്ള രീതിക്ക് ഒരു സ്റ്റോപ്പ് വെക്കണ്ടേ. അപ്പോൾ ഏറ്റവും ബെറ്റർ, അതിന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് പറഞ്ഞാൽ ഈ 3 FEG-ക്ക് കാരണമായിട്ടുള്ള ഈ 3 ക്യാൻഡിൽസ് ഉണ്ടല്ലോ, അതിന്റെ ഫസ്റ്റ് ക്യാൻഡിലിന്റെ താഴെ ബോഡി ക്ലോസ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഈ സെറ്റപ്പ് നോക്കണ്ട, ഇവിടുന്ന് ബൈ സെറ്റപ്സ് നോക്കണ്ട. ഓക്കെ, ഞാൻ ജസ്റ്റ് നോക്കട്ടെ ഇതിന്ന് റിയാക്ഷൻ പോയിട്ടുണ്ടോ നോക്കട്ടെ. മോർണിംഗിൽ കിട്ടിയ ട്രേഡ് ആയിരുന്നല്ലേ, AUD ഒന്നും നോക്കിയിട്ടില്ലേ. ഇവിടെ ഇല്ല, ഇത് എത്തിച്ചില്ല. ഓക്കെ, ഇവിടെ ഫസ്റ്റ് ഒരു FEG റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്, കണ്ടോ? ഇല്ല, ക്ലിയർ ആയോ? ഓക്കെ, ഇവിടെ ഒരു FEG ഉണ്ട്. ഇത് നമ്മൾ 30 മിനിറ്റിൽ ടാപ്പ് ആയതാണ്. എങ്ങനെയാ തോന്നുന്നുണ്ട്. ഇപ്പോഴും ചാർട്ട് കാണുന്നുണ്ടോ? ഓക്കെ, സോ ഇത് 30 മിനിറ്റിൽ ടാപ്പ് ആയിട്ട് നമ്മൾ 3 മിനിറ്റിലുള്ള ഫസ്റ്റത്തെ എന്താ മാർക്ക് ചെയ്യലേ? IFEG. മനസ്സിലായോ? IFEG മനസ്സിലായില്ലേ? നമ്മൾ 30 മിനിറ്റിന്ന് ബൈസെറ്റപ്സ് പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ 3 മിനിറ്റിൽ വന്ന് ടാപ്പ് ആയത് അവിടുന്ന് മുതൽ ഫസ്റ്റ് വരുന്നത്. അതായത് ഇവിടെയാണ് ഫസ്റ്റ് വന്ന് ടാപ്പ് ആയത് അല്ലേ? ഇവിടെ വന്ന് ടാപ്പ് ആയിട്ട് നമ്മൾ ഫസ്റ്റത്തെ IFEG മാർക്ക് ചെയ്യാം. ഫസ്റ്റത്തെ IFEG ഏതാണ്? ഇവിടെ ഇതല്ലേ? ഫസ്റ്റ് IFEG ഫെയിൽ ആക്കാൻ നമ്മൾ വെയിറ്റ് ചെയ്യാം. സോ മാർക്കറ്റ് എന്ത് ചെയ്തു? അതിലോട്ട് എത്തിയിട്ടില്ല, നേരെ മറിച്ച് വേറൊരു ലോ ക്രിയേറ്റ് ചെയ്തു. ഇവിടെ പിന്നെയും താഴോട്ട് പോയില്ല മാർക്കറ്റ്. ഇവിടുത്തെ IFEG ഇപ്പൊ ഏതാണ്?
ഇതല്ലേ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന IFEG. ദെൻ അഗൈൻ എന്ത് ചെയ്തു, വേറൊരു FEG ഇവിടെയും ക്രിയേറ്റ് ചെയ്തു. ഇതാണ് ഇപ്പോൾ നമുക്ക് ലാസ്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത IFEG അല്ലേ. ഇനി ഈ FEG എങ്ങനെയാണ് ഫെയിൽ ആക്കുക? നമുക്ക് കൺഫർമേഷൻ ബൈസിനുള്ള കൺഫർമേഷൻ കിട്ടുക എങ്ങനെയാണ്? ഇതൊന്ന് ടാപ്പായി, ഈ FEG ഒന്ന് ടാപ്പായി. ഇനി നെക്സ്റ്റ് ക്യാൻഡിൽ വന്നിട്ട് ബോഡി ക്ലോസ് വരണം. ഇതിന്റെ മേലെ വന്നിട്ട് ബോഡി ക്ലോസ് വന്നാൽ ഓക്കെ, അത് താഴെ വന്നിട്ട് കണ്ടിന്യൂ ചെയ്ത് പോയി. ഓക്കെ, ഇത് ഇനി ബോഡി ക്ലോസ് വന്നിട്ട് കാര്യമില്ല, കാരണം ഈ IRL to ERL ഓൾറെഡി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, നെക്സ്റ്റ് ലിക്വിഡിറ്റി, നെക്സ്റ്റ് FEG ഏതാണ്? ഇത്. ഈ FEG ടാപ്പ് ചെയ്തു കണ്ടോ? ഈ FEG ചെറുതായിട്ട് ടാപ്പ് ചെയ്തിട്ടുണ്ടോ? ഇനി ഇതിന്റെ മേലെ നെക്സ്റ്റ് ക്യാൻഡില് ബോഡി ക്ലോസ് വന്ന് നമുക്ക് ഇവിടെ എൻ്റർ ആയിക്കൂടെ? ബോഡി ക്ലോസ് വന്നോ? അപ്പൊ നമുക്ക് ഇങ്ങനെ ട്രേഡ് എടുത്തൂടെ? അതെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ മനസ്സിലായില്ല. റിജക്ഷൻ. ഏത് ഫസ്റ്റ് ക്യാൻഡലിന്റെ ഹൈ, ടാപ്പ് ആയ ക്യാൻഡലിന്റെ ഹൈ സ്വീപ്പ് ചെയ്തിട്ട് അതും റിജക്ഷൻ ആയി ക്ലോസ് ആയി. അതെ അതെ, അതായത് രണ്ടാമത് റിജക്റ്റ് ആയ ക്യാൻഡിലിയെ, ആ രണ്ടാമത് റിജക്റ്റ് ആയ ക്യാൻഡിലിന്റെ വിക്കിന്റെ മേലെ ബോഡി ക്ലോസ് വരണം. മനസ്സിലായില്ലേ? അതായത് ഞാൻ സ്റ്റിൽ റെസ്പെക്ടിങ് ആണെന്നാണ് കൺസിഡർ ചെയ്യുക. രണ്ടാമത്തെ ക്യാൻഡിൽ റിജക്ഷൻ ആണ് തരുന്നതെങ്കിൽ നമ്മൾ എന്താ എക്സ്പെക്ട് ചെയ്യുന്നത്? ആ സ്റ്റിൽ സെല്ല് പോകാൻ റിജക്ട് ചെയ്ത് നിൽക്കല്ലോ മാർക്കറ്റ്, ഫെയിൽ ആക്കിയിട്ടില്ലല്ലോ. ഓക്കെ, ആ രീതിക്കാണ് കൺസിഡർ ചെയ്യുക. അപ്പൊ ഇവിടെ നോക്കുക, ഇതിന്റെ മേലെ ബോഡി ക്ലോസ് വന്നാൽ നമ്മൾ ഫെയിൽ ആക്കി എന്നുള്ളതാണ് കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്? നെക്സ്റ്റ് ഒരു ക്യാൻഡിൽ നട്ട് ഇങ്ങനെ ക്ലോസ് ആയി അല്ലേ? ഇങ്ങനെ ക്ലോസ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ ഈ ഒരു ഇങ്ങനെയല്ല ബോഡി ക്ലോസ്. അതായത് നെക്സ്റ്റ് ക്യാൻഡിൽ വന്നിട്ട് ഇങ്ങനെ ബോഡി ക്ലോസ് വന്നു. ഇങ്ങനെ ബോഡി ക്ലോസ് ആകുമ്പോൾ നമുക്ക് ഇവിടെ എൻ്റർ ആവാൻ പറ്റൂല, കാരണം പിന്നെ നമ്മുടെ ഫെയിൽ ആവേണ്ടത് ഈ ഹൈ ആണ്, ഈ ഹൈ അല്ല. മനസ്സിലായില്ലേ? ഇതിന്റെ മേലെ ബോഡി ക്ലോസ് വരണം. ഇങ്ങനെ ബോഡി ക്ലോസ് വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ എൻ്റർ ആവാം. ക്ലിയർ അല്ലേ? റിജക്ഷൻ ആണെങ്കിൽ സെക്കൻഡ് ക്യാൻഡിൽ റിജക്ഷൻ എന്ന് പറഞ്ഞതിനുള്ള ആ ഒരു ക്രൈറ്റീരിയ എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ക്യാൻഡിലിന് അവിടെ ഇമ്പോർട്ടൻസ് ഇല്ല എന്നുള്ള കാര്യമാണ് ഉദ്ദേശിച്ചത്. മനസ്സിലായത്? അതാണ്. അതായത് സെക്കൻഡ് ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ ആ ഫസ്റ്റ് ക്യാൻഡിലിന് ശേഷം വരുന്ന ക്യാൻഡിൽ ബോഡി ക്ലോസ് ചെയ്യാനാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അതും സ്വീപ്പ് ആണെന്നുണ്ടെങ്കിൽ അതിന് ശേഷം ഉള്ളത് ബോഡി ക്ലോസ്. അല്ലല്ല, അതായത് FEG ടാപ്പ് ചെയ്തിട്ടുള്ള
FEGയിൽ ടാപ്പ് ചെയ്തിട്ടുള്ള സെക്കൻഡ് ക്യാൻഡിലിന് മാത്രമേ ഇമ്പോർട്ടൻസ് ഉള്ളൂ എന്നല്ല, ഫസ്റ്റ് ക്യാൻഡിൽസിന് ഇമ്പോർട്ടൻസ് ഇല്ല എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കേണ്ടത്. സെക്കൻഡ് ക്യാൻഡിൽസ് എന്നുള്ള ഉദ്ദേശിക്കുന്നത് എന്താണ്, ആ ബോഡി ക്ലോസ് ഉണ്ടല്ലോ അതിനാണ് ഫോക്കസ് ചെയ്യേണ്ടത് നമ്മൾ. അതെ അതെ, ആ ഫസ്റ്റ് ക്യാൻഡിൽ വേണമെങ്കിൽ എന്താ ഒരു പെട്ടെന്ന് FEGയിലോട്ട് മാർക്കറ്റ് വന്നപ്പോൾ ബോഡി ക്ലോസ് ആയതാവാം മാർക്കറ്റിൽ. അത് മൈൻഡ് ആക്കണ്ട. രണ്ടാമത്തെ ക്യാൻഡിലും ബോഡി ക്ലോസ് ആണെന്നുണ്ടെങ്കിൽ ആ FEG റെസ്പെക്ട് ചെയ്യാൻ ചാൻസ് ഇല്ല, നമുക്ക് ലോജിക്കലി ചിന്തിച്ചാൽ മനസ്സിലാവല്ലോ. ഓക്കെ, സോ ഇവിടെ നമുക്ക് എൻ്റർ ആവാം. അത് ഞാൻ നോക്കിയിട്ടില്ല. TP അടിച്ചെടുത്ത് മേലോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഈ രീതിക്ക് എൻ്റർ ആയിട്ട് നമുക്ക് മാക്സിമം TP നമുക്ക് ഇതുവരെയൊക്കെ ടാർഗറ്റ് എത്തിയിട്ടുണ്ടോ? ഓക്കെ, TP അടിച്ചിട്ടുണ്ട് കണ്ടോ, 1:7 സംതിങ്. ഇങ്ങനെ ഈ ഒരു ട്രേഡ് ഞാൻ എടുത്തിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടില്ല. ഞാനൊന്ന് ജസ്റ്റ് യൂറോ USDയിലായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നു. നല്ലൊരു ട്രേഡ് ആയിരുന്നു അല്ലേ? ഏത് 30 മിനിറ്റിലുള്ള ഫെയിലാണോ? 30 ഏത് ന്യൂസ് ക്യാൻഡിൽ വന്നത് അല്ലേ? FEG വന്നോ? IRL to ERL കംപ്ലീറ്റ് ചെയ്തു. ഇത് 50 മിനിറ്റിൽ നമ്മൾ എന്താ ചെയ്യാം, ഈ IRL to ERL കംപ്ലീറ്റ് ചെയ്ത് ആദ്യം ചെയ്യേണ്ടത് എന്താ വെച്ചാല് ആ ടൈം ഫ്രെയിമിൽ തന്നെ 50 മിനിറ്റ് ഉണ്ടല്ലോ നമ്മൾ നോക്കുന്നത്, ഈ സെയിം ടൈം ഫ്രെയിമിൽ നമ്മൾ എന്ത് ചെയ്യാം, നെക്സ്റ്റ് ലിക്വിഡിറ്റി മാർക്ക് ചെയ്തു. ഇത് 50 മിനിറ്റിന്റെ FEG ഫസ്റ്റ് മാർക്ക് ചെയ്യുക, അത് മാർക്ക് അവിടെ ചെയ്ത് വെക്കുക. ദെൻ ജസ്റ്റ് അതിന്റെ തൊട്ട് മേലുള്ള 30 മിനിറ്റ് ടൈം ഫ്രെയിമിൽ FEG ഉണ്ടോ എന്നുള്ളത് നോക്കുക, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പൊ ഒരു FEG ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഓക്കെ, ദെൻ 30 മിനിറ്റിൽ ടാപ്പ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഇത് ബോഡി ബ്രേക്ക് ആണോ ഫെയിൽ ആണോ എന്നുള്ളത് നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അത് ട്രെൻഡ് കൺഫേം ആക്കാൻ യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, അത് ഇവിടെ മോസ്റ്റ് ഓഫ് ദി ടൈംസ് നമ്മൾ കണ്ടിട്ടുണ്ട് ഇതേപോലെ ഫെയിൽ ആക്കിയിട്ട് മേലെ പോകുന്നത്. ഓക്കെ, ഈ FEGയിൽ ടാപ്പ് ആയ 3 മിനിറ്റിൽ ഫസ്റ്റ് വരുന്നത് ഫെയിൽ ആക്കി. ഇപ്പൊ സപ്പോസ് എന്ത് ചെയ്തു, നമ്മൾ ഇവിടുന്ന് എടുത്തല്ലോ ഫസ്റ്റ് ട്രേഡ്, ഇത് സപ്പോസ് ഫെയിൽ ആക്കി എന്ന് വിചാരിച്ചോ. അതായത് ഇവിടുന്ന് നമുക്ക് ഇവിടുന്ന് ഇത് സ്റ്റോപ്പ് ലോസ് അടിച്ചു. ഈ ട്രേഡ് സ്റ്റോപ്പ് ലോസ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ കൺഫർമേഷൻ കിട്ടിയാലും കയറാൻ നിൽക്കണ്ട. ചിലപ്പോൾ പോവാം, വളരെ റെയർ ആയിട്ട് പോവാം, TP അടിക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ നമ്മൾ റിസ്ക് മാനേജ്മെന്റ് പ്രോപ്പർ ആയിട്ടും ഫോളോ ചെയ്തിരുന്നു നമ്മൾ. കാരണം അത്രയും കൺഫേം 30 മിനിറ്റും 3 മിനിറ്റും നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ടൈം ഫ്രെയിംസ് തമ്മിലുള്ള കോറിലേഷൻസ്. ഇവിടെ നോക്കണമെന്നുണ്ടെങ്കിൽ ഈ ടൈം ഫ്രെയിം കോറിലേഷൻസ് പ്രകാരം 30 മിനിറ്റ് 3 മിനിറ്റ്, ഈ 3 മിനിറ്റിന്റെ FEG ഫെയിൽ ആക്കിയാൽ തന്നെ മാർക്കറ്റ് മേലോട്ട് പോവാൻ ആണ്. അതായത് മാർക്കറ്റ് കൺഫേം ആയി നമുക്ക് ഉറപ്പിക്കാം. ഓക്കെ, ദെൻ ഈവൻ ഈ ഒരു കാര്യം ഫെയിൽ ആയിട്ട് അഗൈൻ ഇത് സ്റ്റോപ്പ്, അതായത് കൺഫർമേഷൻ കിട്ടിയിട്ട് ഇത് സ്റ്റോപ്പ് ലോസ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നെക്സ്റ്റ് ഇതേപോലെ ഒരു 3 മിനിറ്റിൽ നമ്മൾ കൺഫർമേഷൻ കിട്ടിയിട്ട് വളരെ റെയർ ആയിട്ട് മാത്രമേ പോയിട്ട് കണ്ടിട്ടുള്ളൂ TP. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇത് സ്റ്റോപ്പ് ലോസ് അടിച്ച് അവിടെ നിർത്തുക, വേറെ സെറ്റപ്പ് നോക്കുക, വേറെ പെയർ നോക്കുക. അതിമേൽ പിന്നെ ബൈ സെറ്റപ്സ് നോക്കേ വേണ്ട, സെല്ലും നോക്കണ്ട. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ പറ്റുന്നോ, ഇങ്ങനെ നോക്കുമ്പോൾ നമുക്കൊരു റിസ്ക് മാനേജ്മെന്റ് പ്രോപ്പർ ചെയ്തിട്ട് നിർത്താൻ പറ്റും. ചറപറ എൻട്രീസ് കയറാതെ അന്ന് ഒരു സ്റ്റോപ്പ് ലോസ് AIUSD ഒരു സ്റ്റോപ്പ് ലോസ് ആണെന്നുണ്ടെങ്കിൽ അത് അവിടെ നിർത്താം. നേരെ മറിച്ച് ഇതിപ്പോ ബൈ ഇട്ടിട്ട് അത് സ്റ്റോപ്പ് ലോസ് അടിച്ച് ഇനി ഇന്ന് സെല്ല് പോകുന്ന രീതിക്ക് എന്ത് ചെയ്യും ചിലവര്, സെല്ലിനുള്ള ഓപ്പർച്യൂണിറ്റീസ് നോക്കും. അതിന്റെ ആവശ്യമില്ല, നമുക്ക് നെക്സ്റ്റ് ഡേ നെക്സ്റ്റ് സെറ്റപ്സ് നോക്കാം. അപ്പൊ ഇതേപോലെ നിങ്ങൾ ഒരു 5 ട്രേഡ് എടുത്തിട്ട് 5 സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ട് ഇതേപോലുള്ള ഒറ്റ ട്രേഡ് കിട്ടിയാൽ മതി. ഇതേപോലുള്ള ഒറ്റ ട്രേഡ് കിട്ടിയാൽ തന്നെ 1:7 1:8 അടുത്ത് കിട്ടും. നിങ്ങൾക്ക് റിക്കവർ ഒറ്റ ട്രേഡ് മതി. അതുകൊണ്ട് സ്റ്റോപ്പ് ലോസ് വന്നു വിചാരിച്ച് അത്ര ബാഡ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒന്നോ രണ്ടോ പെയർ മാക്സിമം ചൂസ് ചെയ്താൽ മതി. സ്റ്റോപ്പ് ലോസ് അടിച്ചാലും അന്ന് നിർത്തുക. അതായത് 1-2 പെയർ ചൂസ് ചെയ്ത് ആകെ 2 ട്രേഡ്, അതായത് 2 പെയർ ചൂസ് ചെയ്താൽ നമ്മൾ മാക്സിമം 2 ട്രേഡ് മാത്രമേ ഒരു ദിവസം നമുക്കുള്ളൂ.
കിട്ടിയില്ലെങ്കിൽ വേണ്ട, ഹൈസോ ലോസോ സ്വീപ്പ് ചെയ്തിട്ട് നമ്മൾ സെറ്റപ്പ് ഫോം ആയിട്ടില്ലെങ്കിൽ വേണ്ട, നെക്സ്റ്റ് ഡേ നോക്കുക നമ്മൾ. അതായത് ആ 2 പെയറിലും നമ്മൾ എൻട്രി കിട്ടിയിട്ടില്ല, നമുക്ക് എൻട്രി ഓപ്പർച്യൂണിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ മൂന്നാമതൊരു പെയർ തേടി പോകരുത്. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് അതായത് എല്ലാ ദിവസവും നമുക്ക് ട്രേഡ് കിട്ടണം എന്നുള്ള ഒരു വാശിക്ക് വെച്ച് ട്രേഡ് എടുക്കുമ്പോൾ നല്ല രീതിക്ക് സ്റ്റോപ്പ് ലോസ് വരും, ഇമോഷൻസ് കളിക്കും. ഓക്കെ, എല്ലാ ദിവസവും കിട്ടാറുണ്ടോ എന്ന് വെച്ചാൽ ഞാൻ പേഴ്സണലി മറ്റേ FEG ഉണ്ടല്ലോ, FEG ബേസ് ചെയ്തിട്ടുള്ളത് 4 hourന്റെ ഹൈ ടൈം ഫ്രെയിം മന്ത്ലി വീക്കിലി ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ റെക്കോർഡിങ്സിൽ പഠിച്ച സാധനമല്ലേ, ഞാൻ അത് നോക്കാറുണ്ട്. അത് സ്വിങ് ട്രേഡ് പോലെ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ഈ സെറ്റപ്സ് ആണ് നോക്കാറുള്ളത്. ഇതാകുമ്പോൾ വലിയ എഫേർട്ട് ഇല്ല, പെട്ടെന്ന് കഴിയും, അല്ലാതെ ടൈം എടുക്കൂലല്ലോ. അതെ, ഇപ്പൊ 1 hour മറ്റേതാണെന്നുണ്ടെങ്കിൽ വല്ല മന്ത്ലിയോ വീക്കിലോ ഒക്കെ അനലൈസ് ചെയ്തിട്ട് 4 hourലോ 1 hourലൊക്കെ ഡയറക്ട്ലി എൻട്രി ഇടും. ഓക്കെ, ചിലപ്പോൾ ഒരു 4 ദിവസം 5 ദിവസം ഒക്കെ ഹോൾഡ് ചെയ്യണം, അങ്ങനെയുള്ള ട്രേഡ്സ് ഒക്കെ ആയിരിക്കും. അത് മൈൻഡ് ആക്കാറില്ല. അതെ അതെ, അതാണ് ഞാൻ പിന്നെ FEGയിൽ പിന്നെ കൂടുതൽ അതിനെ പറ്റി പറയാത്ത അതാണ്. അതിന്റെ ആവശ്യമില്ല. നമുക്ക് ഒരു നല്ലൊരു സെറ്റപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വൃത്തിക്ക് ഫോളോ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ തന്നെ ധാരാളമാണ്. 30 മിനിറ്റ് ആണെന്നുണ്ടെങ്കിൽ 3 മിനിറ്റ് നമ്മൾ എൻട്രി, 50 മിനിറ്റ് ആണെന്നുണ്ടെങ്കിൽ 1 മിനിറ്റിലെ എൻട്രി. ഓക്കെ, ഇത് മാത്രം ഫോക്കസ് ചെയ്യാൻ മതി. 1 hour നോക്കണ്ട. 1 hour എങ്ങനെയാ 50 മിനിറ്റ്. ഇപ്പൊ ഞാൻ ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് എഴുതി തരാം. ഫസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, മാർക്ക് പ്രീവിയസ് ഡെയിലി ഹൈ ആൻഡ് പ്രീവിയസ് ഡെയിലി ലോ. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാം, രണ്ടാമതായിട്ട് ഏതെങ്കിലും ഒന്ന് വെയിറ്റ് ടു സ്വീപ്പ് either ഹൈയോ ലോയോ സ്വീപ്പ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യാം. സൗണ്ട് വരുന്നുണ്ട്, ഒന്ന് മ്യൂട്ട് ചെയ്യണം. ആരുടെയാണ് സൗണ്ട്? ബ്രോന്റെ ആണ്, ബാക്ക്ഗ്രൗണ്ട് ചെറുതായിട്ട് നോയ്സ് വരുന്നത്. വെയിറ്റ് ടു സ്വീപ്പ് ഏതർ ഹൈയോ ലോ, അതായത് പ്രീവിയസ് ഡേ ക്യാൻഡിലിന്റെ ഹൈയോ ലോയോ സ്വീപ്പ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യാം. ദെൻ മൂന്നാമതായിട്ട് വരുന്നത് ടാപ്പ് ആയതിനു ശേഷം 50 മിനിറ്റിൽ വെയിറ്റ് ടു റെസ്പെക്ട് ഓർ ഫെയിൽ ദി ഫസ്റ്റ് ലിക്വിഡിറ്റി. ഓക്കെ, ഫസ്റ്റ് ലിക്വിഡിറ്റി നമ്മളെ FEG ഉണ്ടല്ലോ, ടാപ്പ് ആയത് അവിടുന്ന് ഫസ്റ്റ് വരുന്ന ലിക്വിഡിറ്റി ഉണ്ടല്ലോ, FEG ആവാം, ചിലപ്പോൾ സ്വിങ് ലോ ആവാം. ഓക്കെ, അത് ഫെയിൽ ചെയ്യാൻ അല്ലെങ്കിൽ റെസ്പെക്ട് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഓക്കെ, റെസ്പെക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇഫ് റെസ്പെക്ട് നമ്മൾ എന്ത് ചെയ്യും, കണ്ടിന്യൂ ആയിട്ട് ട്രേഡ് എടുക്കും. ഇപ്പോൾ പ്രീവിയസ് ഡേന്റെ ഹൈ ടാപ്പായി, കണ്ടിന്യൂ ബൈ. ഇഫ് ഫെയിൽ ആവണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, look for sell FEG and sell. അതായത് ഇപ്പോ പ്രീവിയസ് ഡേന്റെ ഹൈ ആണ് ടാപ്പ് ആയെന്നുണ്ടെങ്കിൽ, ഇഫ് പ്രീവിയസ് ഡേ ഹൈ ടാപ്പ്
പ്രീവിയസ് ഡേന്റെ ഹൈ ടാപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്തു, ദി 50 മിനിറ്റ് FVG റെസ്പെക്ട് ചെയ്തു. 50 മിനിറ്റുള്ള FVG റെസ്പെക്ട് ചെയ്തു. പ്രീവിയസ് ഡെയിലി ക്യാൻഡിലിന്റെ ഹൈ ആണ് ടാപ്പ് ആയത്. 50 മിനിറ്റിന്റെ FVG റെസ്പെക്ട് ആൻഡ് IRL TRL എന്ത് കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ എന്താ ചെയ്യാ, നമ്മള് IRL TRL കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യാ, കണ്ടിന്യൂ ചെയ്തിട്ട് ബൈ തന്നെ നോക്കുക. ഓക്കെ, ഇഫ് ഫെയിൽ ആണെന്നുണ്ടെങ്കിൽ ഇഫ് 50 മിനിറ്റ് FVG എന്ന് മാത്രമേ ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഫസ്റ്റ് ലിക്വിഡിറ്റി എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഇഫ് FVG ഫെയിൽ ആവണമെന്നുണ്ടെങ്കിൽ ലുക്ക് ഫോർ സെൽ FVG ആൻഡ് സെൽ. ക്ലിയർ അല്ലേ? പോയോ? ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇപ്പോൾ ഇത് ചെയ്യുന്നത്. എൻട്രി കൺഫർമേഷൻ കാര്യങ്ങളൊക്കെ അറിയാലോ. എൻട്രി ബേസ് ചെയ്തിട്ട് പിന്നെ ട്രേഡ് നോക്കുക. ക്ലിയർ അല്ലേ? അഷിം ബ്രോ പോയോ? മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, ക്ലിയർ ആണ്. സോ ഇത്രയാണ് ഇപ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് സെറ്റപ്സ് വരുന്നുള്ളൂ. ഇനി നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അതേപോലെ എന്ത് ചെയ്യാം, മാർക്കറ്റിൽ മാക്സിമം ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഓരോ ദിവസവും ജസ്റ്റ് എന്ത് ചെയ്യുക, ഫസ്റ്റ് ഇനിയിപ്പോൾ കുറച്ച് ദിവസം ട്രേഡ് നിങ്ങളെ ചോയ്സാണ്. നിങ്ങൾക്ക് ട്രേഡ് എടുക്കണമെങ്കിൽ എടുക്കുക, ഇല്ലെങ്കിൽ വാച്ച് ചെയ്ത് നോക്കുക. അതായത് നമ്മൾ ഈ പറഞ്ഞ പോലെ കാര്യങ്ങൾ മാർക്കറ്റിൽ വരുന്നുണ്ടോ എന്നുള്ളത് എന്ത് ചെയ്യാം, വാച്ച് ചെയ്ത് നോക്കുക. അതായത് ഡെയിലി നോക്കാതെ ഡയറക്ട്ലി 50 മിനിറ്റിന്റെ FVG ബേസിൽ ട്രേഡ് എടുക്കാൻ പറ്റുമെന്നാണോ? അത് നമുക്ക് എല്ലാ FVG റിയാക്ഷൻ പോകും, പക്ഷെ നമുക്കൊരു റീസൺ വേണ്ട. അതായത് നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ട പറഞ്ഞാൽ ലിക്വിഡിറ്റി ബേസ് ചെയ്തിട്ടാണ്. ലിക്വിഡിറ്റി പറഞ്ഞാൽ മാർക്കറ്റ് ഒരു ലിക്വിഡിറ്റി കളക്ട് ചെയ്തിട്ട് നമുക്കൊരു റീസൺ വേണം ട്രേഡ് ചെയ്യണമെന്നുണ്ട്. ഇപ്പോൾ 50 മിനിറ്റുള്ള FVG എന്ന് പറഞ്ഞാൽ ലോ ടൈം ഫ്രെയിം ആണ് കമ്പാരിറ്റീവ്ലി. ഓക്കെ, ഇപ്പൊ ഈ ഒരു 30 മിനിറ്റ് നമ്മൾ എന്തുകൊണ്ടാണ് നോക്കാൻ കാരണം, ഈ ഡെയിലി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ലിക്വിഡിറ്റി ഫെയിൽ ആക്കിയതുകൊണ്ട് എന്ത് ചെയ്യാം, മാർക്കറ്റ് ഇനിയും മേലോട്ട് തന്നെയാണ് പോകാന്നുള്ളത് നമുക്കൊരു റീസൺ ആയി അല്ല, ഈ FVG റെസ്പെക്ട് ചെയ്തിട്ടില്ല എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമുക്കിപ്പോ ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഒരു എക്സാമ്പിൾ കാണിച്ചു തരുന്നുണ്ടെങ്കിൽ 50 മിനിറ്റിൽ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. 50 മിനിറ്റ് മാത്രമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറെ സ്റ്റോപ്പ് ലോസ് വരും. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ ഫസ്റ്റത്തെ സ്വിങ് ഹൈ മാർക്ക് ചെയ്തു. അപ്പൊ ഇവിടെ നിന്നാണ് നമ്മൾ മാർക്കറ്റ് വരുന്നത്, നമ്മൾ വാച്ച് ചെയ്യുമ്പോൾ. സോ ഫസ്റ്റത്തെ സ്വിങ് ലോ സ്വിങ് ഹൈ മാർക്ക് ചെയ്തു. 30 മിനിറ്റിൽ FVG ഉണ്ടോ നോക്കുക. 30 മിനിറ്റിൽ FVG ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം 1 അവറിൽ ഉണ്ടോ നോക്കുക. അതിന്റെ മേലെ ടൈം ഫ്രെയിമിൽ FVG ഇല്ല. അപ്പൊ നമ്മൾ 30 മിനിറ്റിൽ FVGക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുക അല്ലേ? ഇതല്ലേ നമ്മൾ ഹൈ ടൈം ഫ്രെയിമിലുള്ള FVG ആയിരുന്നു ഇപ്പോ. ഓക്കെ, ഇവിടുന്ന് ഒരു സെൽ ഓപ്പർച്യൂണിറ്റി ആണ് ഇപ്പൊ നമ്മൾ നിലവിൽ നമ്മളെ പ്ലാൻ അല്ലേ? സോ ഇത് നടക്കൂല എന്നല്ല കേട്ടോ പറയുന്നത്. ഓക്കെ, ഇതിപ്പോ മേലെ പോയില്ലേ, സെൽ ഓപ്പർച്യൂണിറ്റി ഇവിടെ ഫെയിൽ ആയി. സോ ഇത് ഇങ്ങനെ ഫെയിൽ ആയി കഴിഞ്ഞാൽ നമ്മുടെ നെക്സ്റ്റ് പ്ലാൻ ഏതാണ്? ഈ FVG ബൈ 30 മിനിറ്റിന്റെ FVG ബൈ നമ്മൾ പ്ലാൻ ചെയ്യും. ആ സെൽ FVG ഫെയിൽ ആക്കിയാൽ പിന്നെ നമ്മളെ സ്വിങ് ലോ സ്വിങ് ഹൈ മാർക്ക് ചെയ്യുക. ഇത് സ്വിങ് ലോ ആയിരിക്കും ആൻഡ് ഇത് സ്വിങ് ഹൈ ആയിരിക്കും. ഓക്കെ, ആ ഒരു സ്വിങ് ലോ സ്വിങ് ഹൈ മാർക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഫസ്റ്റ് നമ്മൾ ഈ ഒരു FVG ഇപ്പോൾ 30 മിനിറ്റിലാണെങ്കിൽ 30 മിനിറ്റിൽ FVG മാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് അതിന്റെ മുകളിലുള്ള ടൈം ഫ്രെയിം ഒന്ന് സ്വിച്ച് ചെയ്ത് നോക്കുക, അവിടെ FVG ഉണ്ടോ എന്നുള്ളത്. ഇപ്പൊ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ഒരു FVG ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു 1 അവറിന്റെ FVG അവിടെ ഇമ്പോർട്ടന്റ് ആയിരിക്കും. സോ നമ്മൾ എന്ത് ചെയ്യും, വെയിറ്റ് ചെയ്യാം.
ടാപ്പായി 1 hour ടാപ്പ് ആയിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യും, 1 hourന്റെ ബേസിൽ നമ്മൾ ടാർഗറ്റ് ചെയ്യൽ ഏതാണ്, ഈ ഹൈ അല്ലേ, IRL to ARL, ഈ മൂവ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. എന്താ സംഭവിച്ചേ, ബോഡി ക്ലോസ് എന്ന് നമ്മളെ ക്രൈറ്റീരിയ ഫെയിൽ ആക്കി. പക്ഷെ നമുക്കിവിടെ എൻട്രി കിട്ടിയിട്ടുണ്ടോ നോക്കട്ടെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ്. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ഒരു FEG റിയാക്ഷൻ പോവാം, പക്ഷെ അത് നമുക്ക് ഒരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു റീസൺ ഉണ്ടെന്നുണ്ടെങ്കിൽ അത്രയും ബെറ്റർ. ഇവിടെ നമുക്കിപ്പോൾ എൻട്രി കിട്ടിയിട്ടുണ്ടോ എന്ന് ജസ്റ്റ് നോക്കാം. 1 hour ആണെന്നുണ്ടെങ്കിൽ 5 minute പ്രകാരം നമുക്ക് എൻട്രി കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് നോക്കാം. ചിലപ്പോൾ നേരത്തെ കിട്ടിയ പോലെ കിട്ടിയിട്ടുണ്ടാവാം. ഏതായിരുന്നു കേട്ടോ അത്, AIUD അല്ലായിരുന്നു, AIUD അല്ലായിരുന്നു നേരത്തെ പറഞ്ഞ ചാർട്ട് പോയി. ഓക്കെ, ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, പക്ഷെ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ടാവും. ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ ടാപ്പ് ആയതിനു ശേഷം വരുന്ന ഫസ്റ്റത്തെ FEG പേ ലെവൽ ഇവിടെയാണ് ആയിട്ടുള്ളത്, കാണുന്നുണ്ടോ? IFEG ഫസ്റ്റ് ക്യാൻഡിൽ മാത്രം വന്നു, പിന്നെ രണ്ടാമത്തെ ബോഡി ക്ലോസ് വന്നില്ലേ. ഓക്കെ, നമ്മളിങ്ങനെ മാർക്കറ്റിൽ കയറും അല്ലേ, ഇങ്ങനെ നമുക്ക് TP 1:2. ഇതാണ് നമ്മളെ പ്ലാന്. ഇപ്പം എന്ത് സംഭവിച്ചത്, സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ട് മേലെ പോയി. മാനിപ്പുലേഷൻസ് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതേപോലെ എല്ലാ ടൈം ഫ്രെയിമിലുള്ള FEGയും വർക്കിംഗ് ആണ്. പക്ഷെ ഇതിനനുസരിച്ച് നിങ്ങളെ പ്ലാനിൽ ചെറിയ ചെറിയ സ്റ്റോപ്പ് ലോസ് ഇതിലിപ്പോൾ ഇങ്ങനെ ആയിരിക്കും. അതായത് കുറച്ചും കൂടി സ്റ്റോപ്പ് ലോസ് താഴെ വെക്കണമെന്നുണ്ടെങ്കിൽ TP അടിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്കൊരു റീസൺ ഉണ്ടെങ്കിൽ അത്രയും കോൺഫിഡൻ്റ് ആണ്. നമ്മൾ വെറുതെ ട്രേഡ് എടുക്കുന്നില്ല, നമുക്കൊരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു റീസൺ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ട്രേഡ് എടുക്കുന്നത് എന്നുള്ളൊരു കോൺഫിഡൻറ്റ് നമുക്കുണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ ഡെയിലി ഒരു മേജർ ലിക്വിഡിറ്റി ആയിട്ട് ചൂസ് ചെയ്യുന്നത്. ഇപ്പൊ നിലവിൽ എന്താണ്, ഇതാ ഈ FEG വന്നിട്ട് ബൈയെ പോകാൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ടാപ്പ് ചെയ്തു പോയി. FEG റെസ്പെക്ട് ചെയ്തിട്ട് മാർക്കറ്റ് പോവില്ല എന്നല്ല, പക്ഷെ നമ്മൾ ഈ പഠിപ്പിച്ചെന്ന ഈ എൻട്രി കൺഫർമേഷൻ ഉണ്ടല്ലോ, അത് കുറച്ച് പവർഫുൾ തന്നെയാണ് കേട്ടോ. അത്രയും നല്ല, അതായത് ഇപ്പോൾ SMC പഠിച്ചിട്ടുണ്ടോ എന്നറിയില്ല, നമ്മളെ കൺഫർമേഷൻ അത്രയും എന്താ പറയുക പെട്ടെന്ന് കിട്ടും. നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു കൺഫർമേഷനും ആണ്. മാത്രമല്ല നമ്മൾ ഈ ചേഞ്ച് ഓഫ് ക്യാരക്ടർ SMCയിൽ സ്മാർട്ട് മണി കോൺസെപ്റ്റ് അറിയോ? ഓക്കെ, ഒരുവിധം എല്ലാ എൻട്രി സെറ്റപ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഈ എൻട്രി സെറ്റപ്സ് ഇപ്പൊ ഞാൻ കുറെ മാർക്കറ്റിൽ ഇരുന്നുള്ള എക്സ്പീരിയൻസിൽ കിട്ടിയതാണ്. ഓക്കെ, ഇതങ്ങനെ വേറെ ഇതിൽ പഠിച്ചതെന്നൊന്നുമല്ല, കുറെ ചാർട്ടിൽ ഇരുന്നിട്ട് കിട്ടിയത് തന്നെയാണ്. ഓക്കെ, അത് കുറച്ച് പവർഫുൾ ആയത് ഈ മാർക്കറ്റിൽ ബാക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പൊ ഇതിൽ 5 മിനിറ്റിൽ നമുക്ക് എൻട്രി കിട്ടിയിട്ടുണ്ടോ നോക്കാം. ജസ്റ്റ് ഇങ്ങനെ നോക്കുക, അതായത് ഇങ്ങനെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അതായത് ഇങ്ങനെ ആകുമ്പോൾ എന്താ പറയുക, നമ്മൾ ചെറുപറാ ട്രേഡ്സ് എടുക്കും. ഇങ്ങനെയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, സിംഗിൾ പെയർ മാത്രം ഫോക്കസ് ചെയ്യാം. ഒരു യൂറോ USDയോ അങ്ങനെ ഏതെങ്കിലും ഒരു സിംഗിൾ പെയർ മാത്രം. ഗോൾഡ് നോക്കണം. FEGയുടെ കേസിലാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ കുറച്ചു കാലത്തിന് ഗോൾഡ് നോക്കാത്ത നല്ലത്, കാരണം ഈ ഓൾ ടൈം ഹൈ ആയതുകൊണ്ട് നല്ല മാനിപ്പുലേഷൻസ് വരുന്നുണ്ട്. ഇപ്പൊ ഫെയിൽ ആക്കിയില്ലേ ഇത് സ്റ്റോപ്പ് ചെയ്ത് TP അടിച്ചിട്ടുണ്ടോ നോക്കാം. കണ്ടോ, ഇവിടെ ഒക്കെ ഇതാ സംഭവിക്കുന്നത്. ഒരു പ്രോപ്പർ ആയിട്ടുള്ള ലിക്വിഡിറ്റി ഇല്ലാത്തതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്, നമ്മുടെ ആ ഒരു സ്റ്റോപ്പ് ലോസ് കളക്ട് ചെയ്തിട്ട് മാർക്കറ്റ് പോയി. ഇവിടെ സംഭവിച്ച അതേ കാര്യമല്ല ഇവിടെ സംഭവിച്ചേ. കണ്ടോ, ഇനി ബ്രോ എന്ത് ചെയ്യുക, ബാക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ച് നോക്കുക, അതിനനുസരിച്ച് കുറച്ചുകൂടി ബ്രീത്തിങ് സ്പേസ് വിട്ടിട്ട് ഇതേപോലെ TP എടുക്കുന്നത് ഓക്കെയാണ്. ഇവിടെയാണ്. അതാണ് അത് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയതിനനുസരിച്ച് ഞാൻ അങ്ങനെ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല. അതായത് ഇപ്പൊ ഇങ്ങനെയാണ് ബ്രോ പറയുന്നത്, ഇപ്പൊ ഇവിടെ എൻ്റർ ആയി. ഇപ്പൊ 2 സ്റ്റോപ്പ് ലോസ് നമുക്ക് കണ്ടത് എങ്ങനെയാണ്,
ജസ്റ്റ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് കളക്ട് ചെയ്തിട്ട് മാർക്കറ്റ് മേലോട്ട് പോയി ടീപ്പ് അടിച്ചു അല്ലേ? അപ്പോൾ ഇനി എന്താ ചെയ്യാൻ പറ്റുക വെച്ചാൽ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കണം. അതായത് ഇപ്പോൾ ഇത് കറക്റ്റ് 4.1 പിപ്പാണ് SL വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതെന്താണ്, അതായത് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കുന്നതാണ്. ഇപ്പൊ 4.1 ആണെന്നുണ്ടെങ്കിൽ ഇതിപ്പോ എത്ര വെച്ചിട്ടുണ്ടെങ്കിൽ പോല 5 പിപ്പ്, അതായത് 1 പിപ്പ് എക്സ്ട്രാ വെക്കുക. ഇപ്പൊ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4.1 അല്ലേ, 4.1 ആണെന്നുണ്ടെങ്കിൽ 5.1 ആക്കി വെച്ച് നോക്കുക. അവിടെ കാണുന്നില്ല ഈ ഒരു പോയിന്റ്, ഇതാണ് പിപ്പ്, നമ്മളെ സ്റ്റോപ്പ് ലോസിന്റെ പിപ്സ്. എത്ര പിപ്സ് ആണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് അവിടെ നോക്കുക. ഓക്കെ, കറക്റ്റ് നമ്മൾ എൻട്രി പ്രകാരം 4.1 ആണ് വെക്കുന്നത്. എന്താ, എല്ലാ ട്രേഡ് എടുക്കുമ്പോഴും 1 പിപ്പ് എക്സ്ട്രാ വെച്ച് നോക്കുക. 5.1 വെച്ച് നോക്കുക. ഇതും വെച്ച് നോക്കാം, ഇതും സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ടോ നോക്കാം. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4.7 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ഒരു 5.7 വെച്ച് നോക്കുക. അപ്പൊ ഇവിടെ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മളൊരു മന്ത്ലി ഒരു മാസത്തേക്ക് ഡാറ്റ അനലൈസ് ചെയ്തിട്ട് ഇതേപോലെ എത്ര പിപ്സ് ഇങ്ങനെ താഴോട്ട് വെക്കുമ്പോഴാണ് മാക്സിമം സ്റ്റോപ്പ് ലോസ് അവോയ്ഡ് ചെയ്തിട്ട് പോയി ടീപ്പ് എടുക്കുന്നത് നോക്കുക. അതിന്റെ ബേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റോപ്പ് ലോസ് കുറച്ച് ഇറക്കി വെച്ചാൽ ടീപ്പ് അടിക്കാമല്ലോ. അപ്പൊ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര പിപ്സ് വന്നിട്ടുണ്ട്, 4.7, 5.7, 6.7, 2 പിപ്പൊക്കെ ഉണ്ട്. 2 പിപ്പൊക്കെ സുഖമായിട്ട് ടീപ്പ് അടിച്ചിട്ടുണ്ടാവും. ഇവിടെയും 2 പിപ്പ് വെക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ 4.1 ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, 6.1 ഈ ഒരു രീതിക്ക് വെക്കുക. സ്റ്റോപ്പ് ലോസ് മാക്സിമം അവോയ്ഡ് ചെയ്താൽ മതിയായിരുന്നു. നമ്മളിപ്പോ RR കിട്ടുന്ന പ്രോഫിറ്റ് കിട്ടുന്നത് നമുക്ക് കുറച്ച് റിസ്ക് കൂട്ടിയിടുകയാണെന്നുണ്ടെങ്കിലും മാക്സിമം സ്റ്റോപ്പ് ലോസ് അടിക്കാതെ നമുക്ക് എങ്ങനെ ടീപ്പ് അടിക്കാൻ നമ്മൾ നോക്കാം. ഓക്കെ, സോ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 2 ട്രേഡിലും 2 പിപ്പ് ഇറക്കി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ടീപ്പ് അടിച്ചിട്ടുണ്ടാവും നമുക്ക്. അപ്പൊ അത് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ക്ലിയർ ആണോ? ഓക്കെ, FEG മാത്രല്ല, അങ്ങനെയല്ല കൺസിഡർ ചെയ്യേണ്ട. ഫസ്റ്റ് ലിക്വിഡിറ്റി എന്ന് കൺസിഡർ ചെയ്യുക. FEG ആവാം, ഹൈസ് ആൻഡ് ലോസ് ആവാം. ഓക്കെ ഓക്കെ, 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 അതെ, അതെ, ഓക്കെ, അല്ലല്ല അത്രയും വലുത് നമ്മൾ നോക്കൂല. ഇപ്പൊ ഇവിടെ ഈ ഒരു ഇത് പ്രീവിയസ് ഡേന്റെ ഹൈ ആണ് ഈ ലൈന് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇത് ജസ്റ്റ് ടാപ്പ് ആയി. ഓക്കെ, ഈ ലൈനിൽ വന്നിട്ട് എന്ത് ചെയ്തു, ജസ്റ്റ് ഒന്ന് ടാപ്പ് ആയി. ദെൻ ഇവിടെ ഒരു FEG ഉണ്ട് താഴെ, ഇവിടെ താഴെ ഒരു FEG. ഈ FEGയില് പ്രൈസ് വന്നു ടാപ്പ് ആയിട്ട്. ഇതാണ് നമ്മളെ കൺഫേം ചെയ്യണ ലിക്വിഡിറ്റി പോയിന്റ്. ഇത് ബേസ് ചെയ്ത് ഇത് കംപ്ലീറ്റ് ചെയ്ത് സക്സസ്ഫുൾ ആയി IRL TRL കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ ബൈ സെറ്റപ്സ് ആണ് പ്ലാൻ ചെയ്യാം അല്ലേ. ഇതിപ്പോ ഇങ്ങനെ ചെയ്തു, ഇങ്ങനെ എന്ത് ചെയ്തു, IRL TRL കംപ്ലീറ്റ് ചെയ്തു. ദെൻ മാർക്കറ്റ് തിരിച്ചു വന്നിട്ട് ഇവിടെ ഒരു FEG ഉണ്ടല്ലോ 50. ആദ്യം നമ്മൾ എന്ത് ചെയ്യും, 50 മിനിറ്റിൽ ഒരു FEG മാർക്ക് ചെയ്യും. ദെൻ ജസ്റ്റ് എന്ത് ചെയ്യും, 30 മിനിറ്റിൽ സ്വിച്ച് ചെയ്യുമ്പോൾ 30 മിനിറ്റിലാണ് FEG ഉണ്ടെന്നുണ്ടെങ്കിൽ ഏതിനായി ഇമ്പോർട്ടൻസ് കൊടുക്കണ്ടേ, 30 മിനിറ്റിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ദെൻ 30 മിനിറ്റിൽ FEGയിൽ ഇവിടുന്ന് പ്രൈസ് ടാപ്പ് ചെയ്തിട്ട് ഇവിടുന്ന് 3 മിനിറ്റിൽ നമ്മൾ കൺഫർമേഷൻ പ്രകാരം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന മാക്സിമം TP ഇതാണ്. ഓക്കെ, ഇതുവരെ എക്സ്പെക്ട് ചെയ്താൽ മതി, കാരണം അതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ളത്.
ആ ഉം, 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 ഉം. ആ ഉം. ആ ഇതിങ്ങനെ ഈ IRL ടു IRL കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. അതായത് ഇത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു, ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത്. ഈ FEG എന്ത് ചെയ്യും, നമ്മൾ കൺഫേം ആക്കുള്ള ഇതിങ്ങനെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു ഇങ്ങനെ, അല്ലെ? ആ ഇങ്ങനെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാ, ഇത് 50 മിനിറ്റ് ആണ് കേട്ടോ, 50 മിനിറ്റിൽ FEG ആണ് കംപ്ലീറ്റ് ആയത്. ദെൻ നമുക്ക് ഓപ്ഷൻസ് എന്തൊക്കെയാണുള്ളത്, ഇവിടെ FEG ഉണ്ടോ നോക്കും, 50 മിനിറ്റിൽ FEG ഉണ്ടോ നോക്കും. ഓക്കെ, 50 മിനിറ്റിൽ FEG ഉണ്ടോ നോക്കിയിട്ട്, ഇനിയിപ്പോ സപ്പോസ് ഇവിടെ 50 മിനിറ്റിൽ FEG ഉണ്ടെന്നുണ്ടെങ്കിൽ ആ FEG നമ്മൾ മാർക്ക് ചെയ്യും. 30 മിനിറ്റിൽ സ്വിച്ച് ചെയ്യുമ്പോൾ FEG ഇല്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് 1 മിനിറ്റിൽ എൻട്രി നോക്കാം ഇതുവരെ. ഓക്കെ, ഇനി ഇവിടെ 50 മിനിറ്റിൽ FEG ഇല്ല, നെക്സ്റ്റ് ലിക്വിഡിറ്റി ആയിട്ട് വരുന്ന ഏതാണ് 50 മിനിറ്റിന്റെ എന്താണ്? ഓക്കെ, സ്വിംഗ് ലോ ആണ്. ഈ സ്വിംഗ് ലോ നെക്സ്റ്റ് 50 മിനിറ്റിൽ ലിക്വിഡിറ്റി പോയിന്റ് ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യണം ഈ ഒരു ലോ എടുത്തിട്ട് ബയ്യെ പോകുന്നല്ലേ. പക്ഷെ ഇതിൽ നമ്മൾ വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഡേ ക്ലാസ്സിൽ. ഈ 50 മിനിറ്റിന്റെ സ്വിംഗ് ലോ കമ്പൈൻ ചെയ്തിട്ട് 30 മിനിറ്റിന്റെ FEG ഇങ്ങനെ വന്നിട്ടുണ്ടോ നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. ക്ലിയർ അല്ലേ അത്? ഓക്കെ, അപ്പോ ഈ പ്രൈസ് വന്നിട്ട് ഈ ഒരു 50 മിനിറ്റിന്റെ സ്വിംഗ് ലോ എടുക്കണമെന്നുണ്ടെങ്കിൽ 30 മിനിറ്റിന്റെ ടൈം ഫ്രെയിം പ്രകാരം 3 മിനിറ്റിലാണോ അതോ 1 മിനിറ്റിലാണോ നമ്മൾ ഇവിടുന്ന് എൻട്രി നോക്കേണ്ടത് ഇതുവരെ? 3 മിനിറ്റിലാണ് അല്ലെ? കാരണം ബേസിക്കലി നോക്കണമെന്നുണ്ടെങ്കിൽ 30 മിനിറ്റിന്റെ FEGയിലാണ് ഇവിടെ ടാപ്പ് ആയിട്ടുള്ളത്. ഓക്കെ ഓക്കെ, ഇനി ഈ 30 സ്വിംഗ് ലോ 50 മിനിറ്റിന്റെ സ്വിംഗ് ലോ ആണ്, പക്ഷെ 30 മിനിറ്റിന്റെ FEG ഇവിടെ ഇല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഏത് ടൈം ഫ്രെയിമിൽ തന്നെ എൻട്രി നോക്കാം? അല്ല, 1 മിനിറ്റ്. ഓക്കെ അല്ലേ? ആ ആ അതെ അതെ അതെ, അത് ജസ്റ്റ് ടാപ്പ് ആവുമ്പോൾ നമ്മൾ 1 മിനിറ്റിൽ പോവാം. ഈ ഇവിടുന്ന് ടാപ്പ് ആയിട്ട് ഫസ്റ്റ് 1 മിനിറ്റിൽ പോയിട്ട് നമ്മൾ ഫസ്റ്റ് എൻട്രി കൺഫർമേഷൻ കിട്ടുമല്ലോ 1 മിനിറ്റിൽ, നമ്മളെ സെക്കൻഡ് ക്യാൻഡിൽ റിജക്ഷൻ അവിടുന്ന് ഫെയിൽ ആക്കിയിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഇവിടുന്ന് അപ്പോൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു ലോ ടാർഗറ്റ് ചെയ്തിട്ട് ഇങ്ങനെ പ്രോഫിറ്റ് അല്ല ഇങ്ങനെ ടീപ്പിംഗ് കാര്യമൊക്കെ സെറ്റ് ചെയ്തിട്ട്, ഇനി സപ്പോസ് അത് ഫെയിൽ ആവണമെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കൊരു റീ എൻട്രി ഇല്ല. ഫസ്റ്റ് സെറ്റപ്പ് ഫെയിൽ ആയ പിന്നെ ഇവിടുന്ന് പിന്നെയും കൺഫർമേഷൻ കിട്ടി, പിന്നെയും നമ്മൾ ട്രേഡ് എടുക്കാൻ നിൽക്കരുത്. അതെ, നോ 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 നോ, അങ്ങനെ അത് കൗണ്ടർ നോക്കുന്നത് റിസ്കിയാണ്. കണ്ടിട്ടില്ല അങ്ങനെ പോന്ന് കണ്ടിട്ടുണ്ട്. അതായത് ഈ ഒരു സെൽ സെറ്റപ്പ് ഇപ്പോ ഈ ബൈ സെറ്റപ്പ് ഫെയിൽ ആയിട്ട് സെൽ സെറ്റപ്സ് നോക്കാന്നല്ലേ. അത് കാരണം ഞാൻ അതിലുള്ള അങ്ങനെ പറയത്തതിന് കൗണ്ടർ ഓപ്പോസിറ്റ് നോക്കാത്തതിന്റെ റീസൺ പറയത്ത എന്താ അറിയോ, ഇപ്പൊ ഇവിടെ ഒരു 30 മിനിറ്റ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇതിന്റെ താഴൊക്കെ ആയിട്ട് ഇവിടെ ഒരു 4 അവറിന്റെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോ അത് റെസ്പെക്ട് ചെയ്തിട്ടായിരിക്കും മാർക്കറ്റ് ചിലപ്പോൾ മേലോട്ട് പോവാ. അപ്പൊ അത് ഞാൻ മിക്സപ്പ് ചെയ്യാത്തതെന്ന് വെച്ചാല് പല ടൈം ഫ്രെയിംസ്, എല്ലാ ടൈം ഫ്രെയിംസും കൂടി മിക്സപ്പ് ചെയ്താൽ നല്ല കൺഫ്യൂസിങ് ആവും. ബൈ എടുക്കണോ സെല്ല് എടുക്കണോ, ഇതാകുമ്പോൾ ആകെ 3 ടൈം ഫ്രെയിം നമുക്ക് ഫോക്കസ് ചെയ്യാനുള്ളൂ. എൻട്രി സെറ്റപ്പ് നോക്കാം, അതായത് ഡെയിലി ടൈം ഫ്രെയിം 30 മിനിറ്റ് അല്ലെങ്കിൽ 50 മിനിറ്റ്, പിന്നെ എൻട്രിക്കായിട്ട് 3 മിനിറ്റ് 1 മിനിറ്റ്, ഇതിലേതെങ്കിലും ഒന്ന്, അത്രയല്ലേ ഉള്ളൂ. മറ്റേതാണെന്നുണ്ടെങ്കിൽ നമ്മൾ 4 അവറിന്റെ വീക്കിലി മന്ത്ലി ഒക്കെ നോക്കേണ്ടി വരും. അപ്പൊ കുറെ ടൈം ഫ്രെയിംസ് FEGs വരും.
അതെ, അതാ ഞാൻ പറഞ്ഞത്. അതായത് ഇപ്പൊ ഈ ഒരു ബേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ അന്ന് അവിടെ ട്രേഡ് എടുത്ത് നെക്സ്റ്റ് ഡേ നോക്കാം, നമുക്കൊരു സ്റ്റോപ്പ് വെക്കാൻ പറ്റും. നേരെ മറിച്ച് നമ്മുടെ മറ്റേ സ്ട്രാറ്റജിക്ക് അതിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, ഒരു FEG ഫെയിൽ ആക്കിയാൽ നമ്മൾ എന്ത് ചെയ്യും, ഓപ്പോസിറ്റ് സൈഡിൽ ഒരു FEG ക്രിയേറ്റ് ചെയ്താൽ സെല്ല് നോക്കും, ആ സെൽ സൈഡിലുള്ള FEG ഫെയിൽ ആക്കി ബൈ സെറ്റപ്സ് ഒക്കെ ഒരു FEG ക്രിയേറ്റ് ചെയ്താൽ പിന്നെയും ബൈ നോക്കാം. നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സസ് അവിടെ വരികയാണ്. ഓക്കെ, അപ്പൊ ഇതാകുമ്പോ ഒരു ഡിസിപ്ലിൻഡ് ആയിട്ട് നമ്മൾ ട്രേഡ്സും കാര്യം പ്ലേസ് ചെയ്യുള്ളൂ. ക്ലിയർ ആണ് ഇപ്പൊ? അശ്വിൻ ബ്രോ ബാക്ക് ടെസ്റ്റ് ചെയ്യാം, അത്ര തന്നെ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഗ്രൂപ്പിൽ തന്നെ മാക്സിമം ചോദിച്ചാൽ രണ്ടുപേർക്കും യൂസ്ഫുൾ ആയിരിക്കും. ഞാൻ ഒന്നാമത് മെസ്സേജ് ഉള്ള ടൈമിൽ തന്നെ ആയിരിക്കും, പക്ഷെ പുറത്ത് എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ കറക്റ്റ് ബ്രോന്റെ വോയിസ് ചിലപ്പോൾ വീഡിയോസ് ആയിരിക്കാം, 1.5 മിനിറ്റ് ഒക്കെ ഉള്ള ഓഡിയോ ഒക്കെ ആയിരിക്കാം. അപ്പൊ അതൊക്കെ പുറത്തിരിക്കുമ്പോൾ കറക്റ്റ് കേൾക്കാൻ പറ്റൂല. അതാണ് ഞാൻ വീട്ടിലെത്തിയിട്ട് സാവധാനം റിപ്ലൈ തരുന്നത്. ഓക്കെ, ഇല്ല, അത് വോയിസ് തന്നെ നല്ലത്. ഞാൻ സംഭവം അത് ഡിലേ ആവുന്നതിനുള്ള ആ പ്രശ്നം അതാണ്. അതായത് പുറത്ത് എന്തെങ്കിലും പരിപാടിയിലാണെന്നുണ്ടെങ്കിൽ വെറുതെ വോയിസ് വിട്ടിട്ട് ക്ലിയർ കാര്യമില്ല. ഞാൻ ചില ടൈമിൽ വീഡിയോ ആയിട്ട് തന്നെ റെക്കോർഡ് ചെയ്ത് അയക്കാറുണ്ട്. അപ്പൊ അതിനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് വോയിസ് കേൾക്കണം, എന്താണ് ഡൗട്ട്സ് എന്നുള്ളത്. അപ്പൊ അതാണ് ഞാൻ കുറച്ച് ഡിലേ ആവുന്നത്. ഞാൻ ഡിലേ ആണെന്നുണ്ടെങ്കിൽ എല്ലാത്തിനും റിപ്ലൈ തരാറുണ്ടല്ലോ അല്ലേ? അല്ല, ഡൗട്ട്സ് വരികയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാ, നമ്പർ ഇട്ടിട്ട് ചോദിച്ചാൽ തന്നെ മതി. അത് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം, ഒരുമിച്ച് ചോദിച്ചാലും പ്രശ്നം. ഞാൻ ഓരോന്ന് സിംഗിൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ റിപ്ലൈ തരണ്ട്. സ്റ്റാർട്ടിങ് അല്ലേ, അത് ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോ ഫസ്റ്റ് ഡേ ട്രേഡ് എടുക്കാം, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ മാർക്കറ്റ് വാച്ച് ചെയ്യാം. കുറച്ച് ദിവസം ഇതേപോലെ മാർക്കറ്റ് വാച്ച് ചെയ്തിട്ട് നമ്മളെ എൻട്രി കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടോ ജസ്റ്റ് ടൂൾ വെച്ച് നോക്കാം. ഈ ഇതേപോലെ പൊസിഷൻ സൈസിങ് വെച്ച് നോക്കാം. ബൈ എടുക്കുമ്പോൾ സെല്ല് എടുക്കുമ്പോൾ അതേപോലെ പോയിട്ടുണ്ടോ എന്നുള്ളത് ജസ്റ്റ് നോക്കുക. ക്ലിയർ അല്ല? അപ്പോൾ ഞാൻ ഇത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ വേണമെന്നുണ്ട് നാളെ അപ്ലോഡ് ചെയ്യാം, നാളെ ഒരു ഉച്ചയാകുമ്പോഴേക്ക്. ക്ലിയർ അല്ല ആഷിം ബ്രോ? എങ്ങനെയാ? കിട്ടൂല. അതായത് ഇപ്പൊ ലാസ്റ്റിൽ ഒരു 1 വീക്കിന്റെ ഡാറ്റ ഒക്കെ കിട്ടും, സുഖമായിട്ട് കിട്ടും എല്ലാ ചാർട്ടിനും. ഇപ്പോ എല്ലാ പെയറും ചൂസ് ചെയ്ത് ട്രേഡ് ചെയ്യണമെന്നല്ല പറയണ്ടേ, ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് എന്ത് ചെയ്യാം. ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാനാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു 5 പേരൊക്കെ ജസ്റ്റ് ബാക്ക് ടെസ്റ്റിന് മാത്രം. ഓക്കെ, ട്രേഡർക്ക് 2 പേർ എടുത്താൽ മതി, എന്നാൽ തന്നെ നമുക്ക് ഇഷ്ടം പോലെ ട്രേഡ്സ് കിട്ടും. ഓക്കെ, ഈ 5 പേരെ എടുത്തിട്ട് എന്ത് ചെയ്യാം, ഒരു 1 വീക്കിന്റെ ഡാറ്റ ഒക്കെ സുഖമായിട്ട് കിട്ടുമല്ലോ. അങ്ങനെ എടുത്തിട്ട് നോക്കുക, ഒരു 1 വീക്കിന് മതി. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ദിവസവും പ്രീവിയസ് ഡേന്റെ ബേസ് ചെയ്ത് നോക്കും. നമുക്ക് 5 പേരാണെന്നുണ്ടെങ്കിൽ 5 സെറ്റപ്സ് ഒരു ദിവസം ഇങ്ങനെ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ കിട്ടുമല്ലോ. അങ്ങനെ നോക്കുക. ക്ലിയർ ആണോ? അപ്പോ അതിന്റെ ചെയ്യാം. ഇനി ലൈവ് ഉണ്ടാവില്ല. ഇനി ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി, ആ ഗ്രൂപ്പിൽ തന്നെ ചോദിച്ചോ.
അതെ, അത് ഒന്നുകൂടി സിംപ്ലിഫൈ ആക്കിയിട്ട് മെയിൻ ആയിട്ട് അതിലുള്ള അപ്ഗ്രേഡഡ് എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. ഈ എൻട്രി മോഡൽ ആയിരുന്നു, ഈ ഒരു ക്യാൻഡിൽ റിജക്ഷൻ്റെ കൺഫർമേഷൻ എൻട്രി മോഡൽ ഉണ്ടല്ലോ. അറിയിക്കും. അപ്ഡേഷൻസ് ഉണ്ടാവും പറയും. മൈൻഡപ്പ് ചെയ്യുന്നാല് അഷീം ബ്രോ ഓക്കെ അല്ല അപ്പോൾ? ഓക്കെ, ഞാൻ വീഡിയോ റെക്കോർഡിങ്സ് ഞാൻ ചെയ്യാം, നാളെ ഉച്ചയാകുമ്പോൾ ചെയ്യാം കേട്ടോ. അപ്പോൾ ശരി.